ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയത എന്നതാണ് ഞാൻ പറയേണ്ട വിഷയമെന്ന് 5 മിനിറ്റ് മുമ്പാണ് ഞാൻ അറിഞ്ഞത്. ആത്മീയത എന്നത് ആദ്യം ഞാൻ പറയാം, പിന്നെ ചൂഷണത്തിന്റെ കാര്യം ലെവലേഷൻ സ്പർശിക്കുകയും ചെയ്യാം. വെറും ചൂഷണം മാത്രം പറഞ്ഞിട്ട് കൂടുതൽ പഠിക്കാനില്ലല്ലോ. പക്ഷേ വിശുദ്ധ ഖുർആനാണെങ്കിലും ഷഹാദത്ത് കലിമയാണെങ്കിൽ പോലും ചൂഷണത്തിൽ നിന്ന് മുക്തമാകുമ്പോഴേ ഫ്രഷായ വിശ്വാസം സ്ഥിരപ്പെടുകയുള്ളൂ എന്നതിലേക്ക് സൂചനയാണ്. നമ്മുടെ ഷഹാദത്ത് കലിമ എന്താണ്? അശ്ഹദു അന്ന ഇലാഹ വാഹിദ് എന്നല്ല, അശ്ഹദു അല്ലാ ഇലാഹ. ചൂഷണങ്ങളിൽ നിന്ന് ഒഴിവായി. ഇല്ലല്ലാഹ്, അല്ല വരുന്നത് മറ്റവരെ പുറത്താക്കുമ്പോഴാണ്. അപ്പൊ ഹക്ക് വരണമെങ്കിൽ ആദ്യം ബാത്തിലിനെ പുറത്താക്കും. അപ്പൊ വിഷയ അടിസ്ഥാനം. ഷഹാദത്ത് അങ്ങനെയല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടാ ഇല്ലല്ലാഹ് എന്ന് പറയണം. അല്ല ഒരുവനാന്നുള്ളതിന് വേറെന്തെല്ലാം പറയാം? അശ്ഹദു അന്നല്ലാഹ വാഹിദ് എന്ന് പറഞ്ഞൂടെ? അശ്ഹദു അന്നല്ലാഹ ഇലാഹു എന്ന് പറഞ്ഞൂടെ? പക്ഷെ അശ്ഹദു അല്ലാ ഇലാഹ ബാത്തിലിനെ തട്ടി, ഇല്ലല്ലാഹ്, വിഷയം സ്ഥിരപ്പെട്ടു. അപ്പൊ ചൂഷണത്തിൽ നിന്ന് മുക്തമായാലാണ് യഥാർത്ഥ വിശ്വാസം സ്ഥിരപ്പെടുകയുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ ഓതാൻ അല്ലാഹു തആല പറഞ്ഞത് ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹുവിനോട് കാവൽ തേടിക്കോളിൻ പറയാൻ കാരണം എന്താ? ശൈത്താനെ തൊട്ട് കാവൽ തേടിക്കോളിൻ. ചൂഷണത്തിൽ നിന്ന് ഒഴിവായിട്ട് ഓതിയിട്ടേ കാര്യമുള്ളൂ. ഇവിടെ ചൂഷണം ചെയ്യാൻ ഒരു വിഭാഗം ആളുകളുണ്ട്. ലോകത്ത് നിന്നിട്ട് ഏറ്റവും വലിയ അപജയം, പരാജയം, അപകടം ചൂഷണവും മോഷണവും. രണ്ടും തകൃതിയിൽ നടക്കുകയാണ്. അതിന് രക്ഷപ്പെട്ടാൽ മാത്രമേ വിശ്വാസം കൊണ്ട് ആശ്വാസം ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ, ആഖിറ ഉണ്ടാവുള്ളൂ. ആ ചൂഷക വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ലാനത്താക്കപ്പെട്ട ഇബ്ലീസാ. അതുകൊണ്ടാണ് ഖുർആൻ പാരായണത്തിന്റെ പ്രാരംഭത്തിൽ ഇബ്ലീസിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സർവശക്തനായ, സർവജ്ഞനായ, സർവഗുണ സമ്പൂർണനായ അല്ലാഹുവിനോട് കാവൽ തേടണേ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നെ കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രത്യേകിച്ച് പെങ്ങന്മാരോട് ഞാൻ ഗൗരവത്തോടെ പറയുകയാണ്, ചൂഷണം എല്ലാ മേഖലയിലുമുണ്ട്. ഭൗതിക ലോകത്ത് ചൂഷണമുണ്ട്, ചികിത്സാ ലോകത്ത് ചൂഷണമുണ്ട്, ആത്മീയ ലോകത്ത് ചൂഷണമുണ്ട്, ഉദ്യോഗ ലോകത്ത് ചൂഷണമുണ്ട്, സാമ്പത്തിക ലോകത്ത് ചൂഷണമുണ്ട്, നേതൃത്വ ലോകത്ത് ചൂഷണമുണ്ട്. ചൂഷണമില്ലാത്ത ഒരു രംഗം ഇന്ന് ദുനിയാവിലില്ല. മായങ്ങളില്ലാത്ത ഒരു സംരംഭം ഇന്ന് ദുനിയാവിലില്ല. മായമില്ലാത്ത ഒറ്റ സംഗതിയേ ഉള്ളൂ, അത് മായം തന്നെയാണ്. മായമില്ലാത്ത ഒന്നേ എന്ന് ദുനിയാവിലുള്ളൂ, മായാണ്. മായത്തിൽ മായ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. അതിലൊട്ട് മായമില്ല. മായ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയില്ലേ? വിഷം. വിഷം ചേരാത്ത ഒരു സംഗതി എന്ന് ദുനിയാവിലുള്ളൂ, ആ വിഷാണ്. വിഷത്തിൽ മായ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. അതിലൊട്ട് ആരും മായം ചേർക്കുന്നില്ല. മറ്റുള്ള എല്ലാത്തിലും മായുണ്ട്. കറാമത്തിന്റെ ലോകത്ത് മായുണ്ട്, സിദ്ധന്മാരുടെ ലോകത്ത് മായുണ്ട്, വൈജ്ഞാനിക ലോകത്ത് മായുണ്ട്. ബിദഅത്ത് മായാണ്, ലലാലത്ത് മായാണ്. ബിദഅത്തിനെ ചെലവാക്കാൻ ആയത്തോതുക മായാണത്, ചൂഷണാണ്. ലോകത്തെ എല്ലാ രംഗങ്ങളിലും മായം കലർന്നിരിക്കുകയാണ്. അപകടാവസ്ഥയാണ്, ദുരന്ത മുഖത്താണ് നമ്മളുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പൊതുവെ ഇരുന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മീയത എന്നൊരു സംഗതി നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്.
മൊബൈലൊക്കെ സൈലന്റ് ആക്കുകയോ ഓഫാക്കുകയോ ഒക്കെ ചെയ്താലേ പറഞ്ഞേ മനസ്സിലാവൂ. നേരത്തെ ബഹുമാനപ്പെട്ട ഖതീബ് സാദി പറഞ്ഞ പോലെ ഈ ഉറൂസിനോട് അതവുള്ളവർ സാസിൽ വന്നിരിക്കണം, സദസ്സിനോട് അതവുള്ളവർ മൊബൈൽ ഓഫാക്കണം. അങ്ങനെ സാസിൽ വന്നിരുന്നിട്ട് ആവശ്യമില്ലാതെ തോന്നുന്നത് സാസിനോടുള്ള അതവുകൾ മലക്കുകൾ റിമാർക്ക് ഇടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത്യാവശ്യമുള്ളവരുണ്ടാവും, ഭാരവാഹികൾ, ചിലപ്പോൾ ഉസ്താദ് ഉണ്ടാവും, ഒന്ന് അങ്ങോട്ട് നീക്കേണ്ടി വരും, ഇങ്ങോട്ട് നീക്കേണ്ടി വരും. അതൊന്നുമല്ല ഞാൻ പറഞ്ഞില്ല. ഇതൊന്നും അല്ലാതെ വന്നിട്ടാണ് കുട്ടികൾ ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്. കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ബലാ മജ്ലിസിൽ നിന്നിട്ട് ആവശ്യമില്ലാതെ ഇത് തോണ്ടുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറയാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്ന് പറഞ്ഞാൽ തന്നെ ഈ കാണുന്നതൊന്നുമല്ല, ഇതൊന്നും മനുഷ്യനല്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് മൊബൈലിന്റെ കവറാണ്. ഇത് മൊബൈലിന്റെ ഒരു കവറാണ്, മനുഷ്യതല്ല. ബോഡി വെറും ബോഗിയാണ്, എഞ്ചിന് വേറെയാണ്. അതാണ് എന്റെ വിഷയം. ബോഡി കേവലം ബോഗിയാണ്. ബോഗി കുറെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, വണ്ടി പോകില്ല. എഞ്ചിന് വേണം, എഞ്ചിന് വേറെ. അവിടെയാണ് അറ്റകുറ്റപ്പണി നടക്കേണ്ടത്. അത് നടക്കണില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ലോകത്ത് 4 ഗ്രന്ഥങ്ങൾ ഇറങ്ങിയത് ശരീരത്തിന് വേണ്ടിയല്ല, ആത്മാവിന് വേണ്ടി. ശരീരം രക്ഷപ്പെടുത്ത ഇവിടെ ആശുപത്രിയുണ്ട്, ഡോക്ടർമാരുണ്ട്, അതിന് അമ്പിയാക്കളുമാണ്. 1,24,000 പരം വരുന്ന, മറ്റൊരഭിപ്രായത്തിൽ 2,24,000 പരം വരുന്ന അമ്പിയാക്കൾ വന്നത് ആത്മീയതക്ക് വേണ്ടിയാണ്, ശാരീരിക ലോകത്തിന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയല്ല. ആത്മാവിന്റെ ലോകത്ത് അറ്റകുറ്റപ്പണി നടത്താനും പൊളിച്ചു വാർക്കാനും വേണ്ടിയാണ് അമ്പിയാക്കളായ അമ്പിയാക്കളൊക്കെ വന്നത്. ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയത്. പണ്ഡിതന്മാരായ പണ്ഡിതന്മാരൊക്കെ പണിയെടുത്ത് പാതിരാവിലും പകലിലും ഓടി നടന്നത് അത് ആത്മാവിന്റെ മിനുക്ക് പണിക്കാണ്. അവിടെ ഇന്ന് പണി നടക്കണില്ല എന്നുള്ളതാണ് ഇന്നത്തെ പരാജയം. ഇപ്പൊ ഇന്ന് നേരം വെളുത്ത ഈ സമയത്തിനിടയിൽ നമ്മളൊക്കെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു ചെയ്തു. ഇതിലേതാണ് ഇപ്പൊ ആഖിറത്തിന് വേണ്ടിയുള്ളത്? സുബീക്ക് എണീറ്റപ്പോ തന്നെ ഇഞ്ചത്ത് ദുനിയാവിന്റെ കാര്യമില്ല, നാസ്താക്കുമ്പോൾ സംസാരിച്ച് ദുനിയാവിന്റെ കച്ചവടത്തിനും കാര്യമില്ല. അത് കഴിഞ്ഞ് 2 ആളെ കണ്ടപ്പോ സംസാരിച്ചതും ഗൾഫ് പോണ കാര്യമില്ല. അപ്പൊ വാതിൽ വന്നിട്ട് ഇരുന്നിട്ടും ചിന്തിക്കുന്നത് ഇത് എപ്പോഴാ പോവാ, എന്നിട്ട് നമുക്ക് മറ്റേത് എണ്ണണം നോട്ടെ. ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാന്ന് മര്യാദക്ക് ചിന്തിക്കുന്ന എത്ര ആൾക്കാര് സാസിലുണ്ടെന്നല്ല, ഞാൻ എന്നോട് ചോദിച്ചാൽ മതി. 8 റിപ്പോർട്ടായിരിക്കും മറുപടി ആയിരിക്കും. അവിടുന്ന് തുടങ്ങണ ആത്മീയത. സൃഷ്ടിച്ച് പരിപാലിച്ച് തീറ്റിപ്പോറ്റുന്ന റബ്ബിനെ മറക്കുന്ന ദിവസങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ ഈ വിഷയം കൊണ്ടൊന്നും ഒരു നേട്ടമില്ല. ഈ ലൈറ്റ് കാണ്ട് ഓഫായ നമ്മൾ കബറ് പോയ ഇരുട്ടിലാണ്ട് കൊടുക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് നന്നായി പറയണേ, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ശരീരം ഒന്നുമല്ല, പൊട്ടാനി മന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരെ കൊട്ട. പെട്ടെന്ന് ചത്താൽ ചകമെല്ലെ പോട്ട, പറഞ്ഞിന്നൂടൽക്ക് ബഹുമാനം പൊട്ട. ചൂഷണത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും കേരള മക്കളെ രക്ഷപ്പെടുത്താൻ അശാന്തമായി പരിശ്രമിച്ച മലയാളക്കരയിൽ പ്രസിദ്ധനായ ഒരു ആത്മജ്ഞാനിയുടെ വാക്കുകളാണ്. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരെ കൊട്ട. ഓനേ, നമുക്കൊരു ആത്മാവുണ്ട്, ആത്മാവിനൊരു പവറുണ്ട്. അത് മറന്നുകൊണ്ടാണ് നിന്റെ തുള്ളലെങ്കിൽ ചീറ്റലെങ്കിൽ പൊട്ടലെങ്കിൽ ഓട്ടമെങ്കിൽ ജീവിതമെങ്കിൽ പീരിന്ന മലവും നജസ്സുമാണ്. നമ്മൾ ആകുള്ളത് കുറച്ച് നജസ്സല്ലേ? ചോര മുഴുവൻ വാർന്നാ മരിക്കൂലേ? ചോര നേസല്ലേ? ശരീരത്തിൽ നിന്ന് ചോര പോയാൽ മരിക്കും. അപ്പൊ നജസ്സാണ് നമ്മളെ താങ്ങി നിർത്തണ സാധനം. ശരീരത്തിന് ആവശ്യമുള്ള നീരുണ്ട്, അത് വാർന്ന മനുഷ്യൻ മരിക്കും.
നജസ്സാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. ഉള്ളങ്ങട്ട് തുറന്നാൽ മലാണ് പെട്ടിയിലുള്ളത്, മൂത്രാണ് സഞ്ചിയിലുള്ളത്. രാവിലെ എണീറ്റ് ആ കണ്ണിന് കിട്ടുന്നത് ബ്രഷുമ തേച്ചിട്ട് പല്ലേക്കാൻ പറ്റൂല, അത് പുറത്തുനിന്ന് സാധനം എടുക്കണം. രാവിലെ എണീറ്റ് ആ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ചില സാധനങ്ങൾ കിട്ടും, ക്രീം, അത് ബ്രഷ് തേച്ചിട്ട് പല്ലേക്കാൻ പറ്റൂല. സംഗതി നമ്മൾ തന്നെയാണ്, പക്ഷെ അത് ഒഴിവാക്കണം. രാവിലെ എണീറ്റ് ആ മൂത്രം വെച്ചാൽ അതുകൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ പറ്റൂല. നമ്മളെ ഉള്ളിന്ന് പോരുന്ന സുഹൃത്ത് ഇതൊക്കെയാണ്. അപ്പൊ ഈ പെട്ടിമ വല്ലാതെ കൂടണ്ട. ഇതൊരു പെട്ടിക്കൂടാണ്, ഇതൊരു പെട്ടിക്കൂടാണ്. നീ മനസ്സിലാണില്ലേ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. വാള് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കൈ പൊന്തിക്കുക, ഫുൾ കൈ ഇട്ടോര്, എന്നിട്ട് നന്നായിട്ട് വരുക, എന്നിട്ടൊന്ന് വാസന ചോക്കി. കോഴിക്കൂട്ടിന്റെ ഉള്ളില് തലട്ട സ്മെല്ലായിരിക്കും. ഇപ്പൊ ആരും വരുതണ്ട, കാരണം എനിക്കൊന്ന് വാള് പറയണം, അതുകൊണ്ടാണ്. ഇങ്ങനെ നല്ല വരുക, എന്നിട്ട് വാസനിച്ചിട്ട് കോഴിക്കൂട്ടിന്റെ ഉള്ളിൽ തലട്ട എന്താ സ്മെല്ല് അതായിരിക്കും. അതല്ലാത്ത വല്ലതും കിട്ടി എനിക്കൊന്ന് ഫോൺ ചെയ്യും. ഇതൊക്കെടോ ഈ സാധനത്തിമലൊന്നും വലിയ പവർ കാട്ടണ്ട. മനുഷ്യന്ന് പറഞ്ഞാൽ ഈ സാധനമല്ല. ഈ സാധനം എന്തിനാ പറ്റുക? ഇതിന് കവറ് കൊണ്ടിട്ട പുഴുക്കൾക്ക് അന്നാണ്. എല്ലാവരും അല്ല, VIP ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ഉണ്ട്, അവർക്ക് മര്യാദക്ക് കിടക്കാൻ പറ്റും. അല്ലാത്തവർക്കൊക്കെ പുഴുക്കൾ തിന്നു. ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ കടക്കും നീ സുറൂറായി മറുകര. ശരീരം ചിക്കനും മട്ടനും കുട്ടനും ഫ്രഷ് മീനുമൊക്കെ കഴിച്ച് തടിമാടനായി മാറിയാൽ, പള്ളയങ്ങ് വീർത്താൽ, മസിലങ്ങ് കൂടിയാൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് പുഴുക്കൾക്കാണ്. ഏറ്റവും ഉപകാരമുള്ള പുഴുക്കൾക്കാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, മനുഷ്യന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറച്ചിമലും ബോഡിമലും അല്ല. ആണോ? മനുഷ്യന്റെ മാർക്കറ്റ് ഇറച്ചിമലാണോ? അത് മൃഗങ്ങൾക്കാണ് ഇറച്ചിമ മാർക്കറ്റ് ഉള്ളത്. നമ്മൾ പറയും 2.5 കിൻഡൽ ഉണ്ട്, നമുക്ക് ആ പോത്തിന് തന്നെ വാങ്ങാന്ന് പറയും. നേരെ മുറിച്ച് നമ്മൾ പറയോ, നമ്മൾ അപ്പോക്കര് 1.5 കിൻഡൽ ഉണ്ടാവുകൊണ്ട് മോളെ ആ പോത്തിന് തന്നെ കെട്ടിച്ചു കൊടുക്കാന്ന് പറയലുണ്ടോ? അങ്ങനെ പറയലുണ്ടോ? നമ്മൾ അംസാക്ക, നമ്മളെ മൊയ്തീന്, ഇവിടെ മൊയ്തീൻ പറയലുണ്ട്. നമ്മളെ മൊയ്തീൻ നല്ല മനുഷ്യനാണ്, കാരണം 1.25 കിൻഡൽ തൂക്കണ്ടെന്ന് പറയലുണ്ടോ? അത് എരുമക്കും പോത്തിനോ സുഹൃത്തെ? മനുഷ്യന്റെ തൂക്കം ഇറച്ചിമലല്ല, ആത്മാവുമല്ല. അയിമ വല്ലതും ഉണ്ടാക്കാൻ നോക്കാം, എന്നാ നാളെ രക്ഷപ്പെടും. പവറും മാഞ്ഞാളും പറഞ്ഞു നടന്ന അയിമണ്ട് ഒതുങ്ങാതെ. ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. മനുഷ്യൻ എന്ന് പറഞ്ഞ ഈ സാധനമല്ല, ആദ്യമായി തിരിച്ചറിയണം, എന്നിട്ട് ആത്മീയത പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇതാണെങ്കിൽ ഞാൻ എന്റെ കൈ എന്ന് പറയില്ല, എന്റെ കാലെന്ന് പറയില്ല. കാലൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. അപ്പോഴേ ആ ഭാഷ ശരിയാവുള്ളൂ. ഏതുപോലെ എന്റെ വാച്ചൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെ. എന്റെ വീടൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെ. എന്റെ കാറൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെ. എന്റെ മോനൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. നിങ്ങൾ നോക്കൂ, എന്റെ കൈ, അപ്പൊ കൈയൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെ. അല്ലെങ്കിൽ ആ വാക്ക് ശരിയാവൂല. അൽ ഇളാഫത്തു തുഫീദുൽ മുഗായറ എന്നാണ്. ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തിയ രണ്ടാണെന്നാണ്. എന്റെ കൈ, എന്റെ വാച്ച്, എന്റെ കാല്, എന്റെ വീടൊന്ന് വേറെ, ഞാനൊന്ന് വേറെ. കാലൊന്ന് വേറെ, ഞാനൊന്ന് വേറെ. ആ ഞാൻ ആരാ? അവിടെ പണി നടക്കണം, മൈന വാള്. അല്ലാതെ പവർ പറഞ്ഞാണ്ട് വേറെ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടിയല്ല, അവിടെ നന്നാക്കണം, അതിനു വേണ്ടിയാണ്. അനാനിയത്ത് വളമ്പാനല്ല വാള്, ഇവിടെ നന്നാക്കാൻ. അതില്ലെങ്കിൽ എല്ലാം ബാത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അനാനിയത്തിന്റെ ആനപ്പുറത്ത് കയറി നടക്കുന്നതിന് കാലപരിധിയുണ്ട്. പിന്നെ രക്ഷപ്പെടുന്നവർ ആത്മാവിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നവരാണ്.
ഖൽബ് എന്നതൊരു കഅബ ശരീഫാണ്. അവിടെ അനാനിയത്തിന്റെ അബ്രഹത്ത് ആനപ്പടയുമായി തകർക്കാൻ വരും. അഹങ്കാരമാകുന്ന അബ്രഹത്ത് അവന്റെ ആനപ്പടയുമായി ഖൽബാകുന്ന കഅബയെ തകർക്കാൻ വരുമ്പോൾ അബാബീൽ പക്ഷികളെ ഇറക്കണേ. അത് ദിക്റാണ്, സ്വലാത്താണ്. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഹുലിൽ ബദരി യാ അല്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഉമ്മ ബിയഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. അതുകൊണ്ട് ചിന്തിക്കണേ, ഖൽബിനെ ഒരു കഅബയായി കണ്ടാൽ ആ കഅബയെ അബഹത്താകുന്ന അനാനിയത്തിന്റെ അഹങ്കാരം അതാ തകർക്കാൻ വേണ്ടി വരുമ്പോൾ അബാബീൽ പക്ഷികളാകുന്ന അദ്കാർ ഇറക്കണേ. തൗബയാകുന്ന അബാബീൽ പക്ഷികളെ ഇറക്കണേ. ഇൽമാകുന്ന അബാബീൽ പക്ഷികളെ ഇറക്കണേ. അബ്രഹത്തിനെയും കൂട്ടരെയും തകർത്തു തരിപ്പണമാക്കണേ. അപ്പോൾ ആത്മീയത ജ്വലിക്കുമേ. അല്ലെങ്കിൽ ചൂഷണത്തിന്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് പിടഞ്ഞ് അമരുമേ. പരലോകം തകരുമേ. കുംഭ വീർക്കുമേ. പോക്കറ്റ് വീർക്കുമേ. കബർ ഇടുങ്ങുമേ. ഇവിടെ കുറെ കൊശി കൂട്ടാനും പോക്കറ്റ് വീർക്കും. കബർ കണ്ടു പോയാൽ രണ്ടു ഭാഗത്തും എടുക്കാണ്ട് വരും. വലിയ അത്ഭുതം കാണിച്ച ആളുമായിരിക്കും. അതാണ് അള്ളാനെ മറന്ന് കളിച്ച ആളുടെ പണി. അള്ളാഹു കാത്തുരക്ഷിക്കും. അല്ലെങ്കിലും ആത്മീയതയും അത്ഭുതം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പൊ എല്ലാരും മനസ്സിലാക്കണേ, ഒന്ന് അത്ഭുതം കാട്ടിയ വലിയ മഹാനാണ്. ഈ ഉമ്മത്ത് അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ഏറ്റവും വലിയ വിഡ്ഢിത്തതാണ്. അള്ളാന്റെ റസൂലിന്റെ ശരീഅത്ത് പരിചയപ്പെടുത്തിയ ഒരൊറ്റ ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞതന്നെ ഫൽ കറാമത്തു ബിമഅനാ ഖവാരിഖിൽ ആദാതി ഫലാ ഇബ്റത ലഹാ ഇൻദൽ മുഹദ്ദിഖീൻ. അവിടുത്തെ യവാഖീത്തിൽ കാണാം. അത്ഭുതങ്ങൾ എന്ന അർത്ഥത്തിലുള്ള കറാമത്ത് കാര്യശേഷിയുള്ള വിജ്ഞന്മാരുടെ മുമ്പിൽ ഒരു വിലയില്ലാത്ത കാര്യമാണ്. കാരണം അത് പലരും കാണിക്കും. ഇനി ദജ്ജാൽ ഇവിടെ വന്നിട്ട് കാണിക്കൽ അത്ഭുതം തന്നെയാണ്. അത്ഭുതമാണ് ഒരാളെ അളക്കാനുള്ള മാനദണ്ഡെങ്കിൽ ദജ്ജാൽ ഖുതുബുൽ അക്താബാവും. കാരണം ആളെ കൊന്നിട്ട് ഒട്ടിക്കണ ആളാ. അത് ഷെയ്ഖ് ജീലാനിയും കൂടി ചെയ്തിട്ടില്ല. ഇന്നൊരു വിഷയം ഏൽപ്പിച്ചാൽ ഞാനത് പറയും. കണ്ണൂറ്റിട്ടൊന്നും കാര്യമില്ല, വിഷയം പറഞ്ഞിട്ടും. ഞാൻ ആരും ലക്ഷ്യമിട്ടിട്ട് പറയല്ല, അള്ളാന്റെ ദീനാ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ കൊണ്ടുവന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ അള്ളാന്റെ ദീന് പറയാം. എന്റെ മനസ്സിൽ ഒരാളുമില്ല. എന്റെ മനസ്സിൽ ദീനിന്റെ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. ചിന്തിക്കണേ. അടുത്ത കാലത്ത് ഉമ്മത്തിന് തിരുത്തൽ അത്യാവശ്യമായതുകൊണ്ടാണ് ഈ വിഷയത്തിലെങ്കിലും പറയുന്നത്. ഈ വിഷയം ഞാൻ തെരഞ്ഞെടുത്തല്ല, നിങ്ങൾ തന്നതാണ്. അപ്പൊ ഈ വിഷയത്തിലെങ്കിൽ ഇത് പറയുന്നത് ഇത് ഉമ്മത്തിന് തിരുത്തൽ ബാധ്യതയുള്ള കാര്യമാണ്. കറാമത്തും അത്ഭുതങ്ങൾ ചെറിയ ബന്ധമുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ കറാമത്ത് എന്താ? നിങ്ങള് അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കല. മറ്റതൊക്കെ മൃഗങ്ങൾക്ക് വരെ കഴിയും. ദിക്റ് ചൊല്ലിയിട്ട് പറക്കാൻ ഔലിയാക്കൾക്കും കഴിയും, പരുന്തിനും കഴിയും. പരുന്ത് ദിക്റല്ലണ്ട, പരുന്നാണ് പറക്കാൻ. അത് ചിലപ്പോ ഔലിയാക്കും കഴിഞ്ഞു തരും. പറഞ്ഞുകൊണ്ട് ഔലിയ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇബ്ലീസും പറക്കും, ജിന്നുകളൊക്കെ പറക്കും. ജിന്നിനെ സേവിച്ച അവനക്കും പറക്കാൻ കഴിയും. അതിപ്പോ ഔലിയ. സ്വാമിക്കും മറക്കാൻ കഴിയും, ജോസഫിനും മറക്കാൻ കഴിയും. ഞാൻ ഇതിന്റെ ഒരു ട്രിക്ക് ഉണ്ട്, അത് പഠിച്ചവനും മറക്കാൻ കഴിയും. ഔലിയാക്കൾക്കും മറക്കാം. അത്രേ ഉള്ളൂ. പക്ഷേ സ്വാമി തഹജ്ജുദ് നിസ്കരിക്കില്ല, ഔലിയാക്കൾ തഹജ്ജുദ് നിസ്കരിക്കും. അതാ വ്യത്യാസം. ഫഅജലുൽ കറാമത്തി അൽ ഇസ്തിഖാമ. ഇത് മറക്കരുത്. ഉറൂസിന്റെ ഇടയെങ്കിലും ഇത്. ഇവരൊക്കെ അത്ഭുതം കോപ്പിരാട്ടിത്തരം കാണിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നവരല്ല. ദീനി ദാവത്തിന് വന്ന് വെച്ച് വഫാത്തായി കിടക്കുന്നവരാ. അല്ല, 4 അത്ഭുതം കാണിക്കാൻ വന്നവരല്ല. അവര് അള്ളാന്റെ ദീന് കാണിക്കാൻ വന്ന ആൾക്കാർ. അവര് ജീവിതം തന്നെ ദീനായിരുന്നു. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. സ്വഹാബാക്കൾക്ക് ശേഷം
ഒരു വേള 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം ലോകം കണ്ട ഔലിയാക്കളുടെ ചക്രവർത്തിയല്ലേ ഖുതുബുൽ അഖ്താബ്. അവര് വന്ന് തന്നെ ശരീഅത്തിന്റെ ആദാബ് കീപ്പ് ചെയ്തുകൊണ്ടല്ലേ. മുതലായ റമളാനിൽ മുലനെ കുടിക്കുന്ന 30 നാളിലോ മുലനെ തൊടാത്തോർ ബാബാ മോദുകിനെ തുബായി വന്നോവർ പാനമകളിലോ നിറഞ്ഞോവർ ഉപ്പയിലകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ അവരെക്കാളൊന്നും വലിയ കുത്തുമൊന്നും ഞാൻ ആരും ഉണ്ടാവില്ല, ഒരു വലിയ ഉണ്ടാവില്ല. ചില വലിയ മഹാന്മാരുണ്ടാവും, അവര് അള്ളാഹുവിന്റെ ആ ഔസാഫിലും അസ്മായിലൊക്കെ ഫന ആയാൽ അവര് പരസ്യമായിട്ട് ശരീരത്തിൽ നിൽക്കും, അവരിൽ കാണൂല. അവരെ നമ്മൾ ആക്ഷേപിക്കാനോട്ട് പാടില്ല, അവരെ വിളിക്കൂടണം. നമ്മുടെ നാട്ടിലെ CM വലിയുള്ളായ കാക്കൂട്ടത്തെപ്പെട്ട ആളുകളാണ്, അവരെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല, അവരെ വഴിക്കൂടണം. കാരണം അള്ളാഹുവിൽ ഫനായ ആളുകളാണ്, അവരെ മക്കാമടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അവരിൽ വല്ലതൊക്കെ കണ്ടാൽ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. അവരുടെ ആദ്യകാല ചരിത്രം പഠിച്ചിട്ട് വേണം പിന്നുള്ള കൂട്ടാൻ. അതിന്റെ പേരിൽ കുറച്ച് നിസ്കരിക്കാത്ത ആൾക്കാരൊക്കെ പുറത്തിറങ്ങാം, റമളാന് ഭക്ഷണം കഴിക്കാം. ഞാനും CM-ന്റെ ആളാന്ന് പറയാം, അടിച്ചിട്ട് മസിൽ അളക്കണോ? നമ്മളെ നാട്ടിൽ പറ്റൂല, ഇസ്ലാമിക കോടതി അടിച്ചിട്ട് പുറം പൊളിക്കാം. കാരണം എല്ലാം വ്യാജന്മാരെ കടന്നുകൂടുകയാണ്, ഒക്കെ അവര് പിടിച്ചടക്കാണ്. ചില മജ്ദൂമികൾ ലോകത്തുണ്ടായിട്ടുണ്ട്, അവര് മജ്നൂനികളാണ്, അവര് മഹാന്മാരാ, അവർ അള്ളാഹനെ ചിന്തിച്ചുകൊണ്ട് ഭ്രാന്തായ ആളുകളാണ്. അവരെ വഴിക്ക് വിടണം. ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞ അവരെ ഇത്തിബാ ചെയ്യൽ ഹറാമാണ്, അവരെ ഇത്തിബാ ചെയ്യൽ ഹറാമാണ്. ഇബ്നു ഹജർ ഹൈതമി ഷാഫി മദ്ഹബിലെ പ്രത്യേകിച്ച് മലയാളക്കരയുടെ അവലംബമാണ്. ഇബ്നു ഹജർ ഹൈതമി അവർ പറഞ്ഞത് അവരെ ഇത്തിബാ ചെയ്യൽ ഹറാമാണ്, അവരെ വഴിക്ക് വിടണം. കാരണം അവർക്ക് തക്ലീഫില്ല. മഹാന്മാർ അതിന് ഉദാഹരണം പറഞ്ഞത്, ചിലപ്പം ബുദ്ധി അങ്ങോട്ട് പോകും ചില സമയത്ത്, അപ്പൊ പറയണതിനൊന്നും ഒരു പുറത്തുണ്ടാവില്ല എന്നാ. യൂസുഫ് നബി ഇസ്ലാമിനെ കണ്ട സമയത്ത് ആ പെണ്ണുങ്ങളെല്ലാം കത്തികൊണ്ട് സ്വന്തം ശരീരം മുറിച്ചില്ലേ, സ്വന്തം ശരീരം കത്തികൊണ്ട് മുറിച്ചു പോലെ അറിഞ്ഞില്ല. യൂസുഫ് നബിനെ കണ്ട് പറഞ്ഞു ഇത് മനുഷ്യനല്ല മലക്കാണെന്ന് പറഞ്ഞു. കാരണം എന്താ? ബുദ്ധി യൂസുഫ് നബിയിലാണ് കൊളുത്തിയതാ, പിന്നെ താളം തെറ്റി. എങ്കിൽ അള്ളാനെ കുറിച്ച് ചിന്തിച്ച് ബുദ്ധി തെറ്റിയ ആൾക്കാര് പറയണതും ചെയ്യണമൊക്കെ ചിലപ്പം തെറ്റാവും, അവരാക്ഷേപിക്കാൻ പാടില്ല. അതാണ്. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ആത്മീയത മിനല്ലാഹ് ഇലല്ലാഹ് മഅല്ലാഹ് ബില്ലാഹ് ലില്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ കൂട്ടരെ തൊള്ള തുറന്നിട്ട് ചൊല്ലിക്കാളി? പായസം തന്നാ തൊള്ള തുറക്കൂലേ? പതി കൂടി പായസം കൊടുക്കണേ തൊള്ള തുറക്കൂലേ? ഇത് പോകുമ്പോ ചെല്ലാനുള്ളതാ. ഒരു 3 വട്ടം മനസ്സൻ ആത്മാവിന്റെ സംഗീതാണിത്. ഇതാണ് പോകുമ്പോ ചെല്ലാനുള്ളത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുല്ലാഹി മിഫ്താഹുൻ ലിബാബില്ലാഹി മിസ്ബാഹുൻ ലിയഹ്ലില്ലാഹി മിജ്റാഹു ലിബിലീസി അദുവില്ലാഹ് ലിബിലീസിന അദുവില്ലാഹ് ഫഖൂലു യാ ഇബാദല്ലാഹ് فقولوا يا عباد الله دواما مخلصا لله رجاء في لقاء الله لا إله إلا الله لا إله إلا الله. ഇത് കളികളാക്കിയ ആൾക്കാരാ കിടക്കുന്നത്, ഇത് തലേ കയറിയ ആളുകളാണ് കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് എത്തിയത് അവർ ഈ നാട്ടുകാരല്ല. നമ്മളെ കേരളത്തിലേക്ക് ദീൻ തന്നൊന്നും കേരളക്കാരല്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാരാ. അതാണ്ട് തലേ കയറിയ പിന്നെ പോകും. കച്ചവടം വേണമെങ്കിൽ വിളിച്ചറിയും. രേഖപ്പെടുത്തിയതാണ്.
അള്ളാന്റെ സ്നേഹത്തിന് രസമുണ്ട്, പടച്ചോന്റെ സ്നേഹം, അള്ളാനോടുള്ള സ്നേഹത്തിന് ഒരു മർമ്മ രസമുണ്ട്, ഒരു മധുരണ്ട്. അതെങ്ങാനും ആത്മാവ് കൊണ്ട് മോന്തിയാൽ ഓൻ പിന്നെ ദുനിയാവുക്ക് തിരിച്ചു നോക്കൂല. അള്ളാഹുവിന്റെ കുറച്ചെങ്കിലും നമുക്ക് തരട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്തത്? അള്ളാഹു തൗഹീദിന്റെ രസം നമുക്ക് തരട്ടെ. അലിയുബിൻ അബീ താലിബെ അബൂബക്കർ സിദ്ദീഖ് എന്നവരോട് ചോദിച്ചു, അവർ ഈ മാസം വിടവാങ്ങിയ മഹാന, അവര് ഔലിയാക്കളുടെ ചക്രവർത്തിയാണ്, സയ്യിദുൽ ഔലിയാ അബൂബക്കറിന് സിദ്ദീഖ്. അവരെ വിടവാങ്ങിയത് ജുമാദുൽ ഉഖ്റ 22-നാണ്. ഇന്ന് 23 അല്ലേ? ഇന്നലെയാണ് അവര് വഫാത്തായത്. അവരോട് അലിയുബിൻ അബീ താലിബ് ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ ഈ വലിയ മഖാമിൽ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു. എന്നാ അവരോട് പറഞ്ഞു, ഞാൻ കുറെ ഖവാരി കാണിച്ചുകൊണ്ടാണെന്നോ, നിങ്ങൾക്ക് കുറെ കറാമത്ത് ഉണ്ടായതുകൊണ്ടാണെന്നോ? അല്ല, സിദ്ദീഖ് എന്നവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഉമർ, അലിയേ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനത്തെത്തിയത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ മുസ്തഫ നബിയുടെ കൈപിടിച്ചങ്ങ് ദൃഢരൂഢമൂലമായി വിശ്വസിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം റബ്ബിനോടുള്ള മഹബത്തിന്റെ, മുത്തിനോടുള്ള മഹബത്തിന്റെ രസമങ്ങ് ആത്മാവ് കൊണ്ട് കുടിച്ചപ്പോ അന്ന് മുതൽ ഇന്ന് വരെ ദുനിയാവിന്റെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല, പാനീയത്തിന്റെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. ആത്മാവിന് കിട്ടാനുള്ളത് കിട്ടിയതാണ്. അതിനു മുമ്പിൽ അടികിട്ടിയിട്ട് മണിക്കൂറുകളോളം പ്രഭാത സമയത്ത് ശ്രദ്ധിക്കുന്നവർക്ക് അടികിട്ടിയിട്ട് സന്ധ്യാസമയത്താണ് ബോധം തെളിയുന്നത്. അത് പ്രശ്നമല്ല. കുടുംബം വിട്ട് പോകേണ്ടി വന്നു, അത് പ്രശ്നമല്ല. സമ്പത്ത് തകരേണ്ടി വന്നു, അത് പ്രശ്നമല്ല. കുടുംബത്തിൽ പലരും ശത്രുക്കളായി, അത് പ്രശ്നമല്ല. ശരീരത്തിന് കഠിനമായ വേദന വന്നു, അത് പ്രശ്നമല്ല. പല യുദ്ധങ്ങളിലും പങ്കെടുക്കേണ്ടി വന്നു, അത് പ്രശ്നമല്ല. നാട് വിട്ട് മദീനയിൽ പോകേണ്ടി വന്നു, അത് പ്രശ്നമല്ല. കാലിൽ പാമ്പ് കടിക്കേണ്ടി വന്നു, അത് പ്രശ്നമല്ല. കാരണം അല്ലാഹുവിനോടും റസൂലിനോടുള്ള മഹബത്ത് കിട്ടിയതാണ്. അതാണ് ഗസാലി ഇമാം പറഞ്ഞത്, മൻ ദാക മിൻ ഖാലിസി മഹബത്തില്ലാ ശഗലഹു ദാലിക അൻ തലബി ദുനിയാ. ഈ മഹാന്മാരെ ബർക്കത്തുണ്ട് അല്ലാഹു കുറച്ച് നമുക്ക് തരട്ടെ. ആമീൻ പറയാം. അല്ലാഹു തആല കുറച്ച് നമുക്ക് തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇതിങ്ങോട്ട് കേറാണ്ട് ചെറുപ്പക്കാരാ, ഒരു ലഹരിമൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കൂല. ലോകത്തെ ഏറ്റവും വലിയ ടേസ്റ്റ് ഉള്ള ലഹരി ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്ക് തരട്ടെ. അലിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ലഹരി ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ദുനിയാവിന്റെ ഒരു വസ്തുവിനോടും എനിക്ക് ടേസ്റ്റ് ഇല്ല, രസമില്ല, മധുരമില്ല. പിന്നെ പറഞ്ഞത് സഹിബ്തു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലുമായി സഹവസിച്ചു. ഫഅഹസൻതു സുഹബതാ, റസൂലിനോടുള്ള സഹവാസം ഞാൻ പരമാവധി നന്നാക്കി. അലിയേ, ഈ പാവപ്പെട്ട അബൂബക്കറിന് വല്ലതുമുണ്ടെന്ന് നിങ്ങൾ കരുതിയാൽ ആ ഉണ്ടായത് മുഴുവനും ഉണ്ടായത് ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ടാണ്. അലിയേ എന്ന് സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹഖീഖ് അൽ മുലഖബി ബിൽ അതീഖ് ഖാതിൽ സിദ്ദീഖ് അബൂബക്കറിന് الصديق أيد دينا بقوم قادة وصادة هاجروا وجاهدوا ناصروا للملة هؤلاء القوم صحب الهاشمي المصطفى عنهم دوما رضاء الله رب العزة لا إله إلا الله.
ഞാൻ ഓതിപ്പടിക്കുന്ന കാലത്ത് ഇടക്കിടക്ക് സന്ദർശിച്ചിരുന്ന മഹാനാണ് മഹാനായ ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. പലപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ ഒതുക്കുങ്ങലിൽ ബസ്സിറങ്ങും. അവിടെ വീടിന്റെ തൊട്ടുമുമ്പിലായി ഒരു ചെറിയ പള്ളിയുണ്ട്. അത് ഉസ്താദ് ഉണ്ടാക്കിയതാണ്. മഹാനവറുകൾക്ക് നിസ്കരിക്കാനുള്ളതാണ്. ഇടക്കിടക്ക് സംസാരിക്കാൻ പറ്റിയില്ലേലോ. ഞാനൊരു കുഞ്ഞാണല്ലോ. ഉസ്താദിന്റെ പിറകിൽ അവർ തന്നെയാണ് ഇമാമത്ത് നിൽക്കല്. അവരെ പിറകിലൊന്ന് നിസ്കരിച്ചാൽ വല്ലാത്ത റാഹത്താണ്. പ്രായം കൂടിയ സമയത്തും സുബഹിക്കും സ്വന്തം കൈ കൊണ്ട് പള്ളി തുറന്ന് അതിൽ തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിക്ക് ശേഷം ഇമാമത്തും നിർവഹിച്ച് പിന്നെ കിതാബ് നോക്കി പള്ളിയിൽ നിന്ന് പോയിരുന്ന മഹാനാണ്. കേരളം അറിയുന്ന വലിയ മറ്റൊരു മഹാനല്ലേ വലിയുള്ളാഹി ശംസുൽ ഉലമാ. അല്ലാഹു ഇരുവർക്കും ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ കാസർഗോഡ് കാളി അലിക്കുട്ടി ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അവർക്ക് സ്വഹീഹ് ബുഖാരി ദർസ് നടത്തുന്ന സമയത്ത് ബുഖാരി ദർസിനിടയില് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്ന ആയത്തങ്ങ് കടന്നു വന്നപ്പോൾ ശംസുൽ ഉലമ തലയങ്ങ് താഴ്ത്തുകയാണ്. അപ്പൊ ഉസ്താദ് പറയാം ഞാനൊക്കെ പാൻ എടുത്തു. കാരണം ഷെയ്ഖുനാക്ക് അങ്ങനെ ഒരു പരിപാടി തെദിരിസിനിടയിൽ ചിലപ്പോൾ തല എടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് പൊന്തിക്കും. എന്നിട്ട് പിന്നെ പറയണത് പെട്ടെന്ന് നമ്മൾ കിതാബൊക്കെ കാണാത്ത വലിയ പോയിന്റ്സ് ആയി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറയാനായിരിക്കും വിചാരിച്ചിട്ട് ഞാനൊക്കെ പാൻ എടുത്തു റഹ്മാനി. പക്ഷേ തല ഉയർത്തിയപ്പോൾ ശംസുൽ ഉലമ ചെറിയ കുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരയുകയാണ്. കാരണോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്ന ആയത്തങ്ങ് കടന്നു വന്നപ്പോൾ ശൈഖുന അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പരലോകത്ത് നന്മയും തിന്മയും തൂക്കുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് മനസ്സിൽ തെളിഞ്ഞപ്പോൾ വിചാരണയുടെ ലോകത്തെ വിചാര വൃത്തടത്തിൽ മുറിവേൽപ്പിച്ചപ്പോൾ മഹാനായ ശംസുൽ ഉലമ ശിഷ്യന്മാരെ മുമ്പിൽ ചെറിയ കുട്ടിയെ പോലെ കരയുകയാ. അല്ലാഹു അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. അവരാണ് മഹാന്മാരായ യഥാർത്ഥ ഔലിയാക്കള്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? അക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓക്കെ ഉസ്താദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാൻ എല്ലാ പേരും എണ്ണി പറയുകയില്ല. എത്രയെത്ര മഹാന്മാരാണ് റബ്ബിലങ്ങ് ലയിച്ചപ്പോ പാതിരാവ് പകലാക്കി സേവനം ചെയ്യുന്നത് അവർക്ക് തടസ്സമായില്ല. അതിന്റെ പേരിൽ കുംഭം വീർപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് തത്സമാത്താണ് പഠിച്ചേക്കും. എന്നിട്ട് ഏർവാടിലൊന്ന് പോകും, ഒരു 4-5 മോതിരിടും. എന്നിട്ട് ഒരു ചെറിയ ടെന്റും കെട്ടിയിട്ടാണ്ട് ഇരിക്കും, കുറച്ച് കുപ്പി മുമ്പിൽ വെച്ച്. ഏർവാടി പോണേനെ അതിരല്ല, കാരണം ഞാനും പോണ ആളാണ്. ഏർവാടിലാണെന്ന് പോകുമ്പോഴേക്ക് അവിടെ എന്താ വിലായത്തിന്റെ കിരീടം വെച്ചു കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം ബാദ്ശാ കാത്തുകൊണ്ടൊന്നുമില്ല. എന്നിട്ട് തിരിച്ചു വരാ. നിസ്കാരം ഉണ്ടോ ഇല്ല, നോമ്പുണ്ടോ ഇല്ല, ദിക്റല്ലി ഇരുന്നാ മതി. പുതിയ തത്വം ദിക്റല്ലി അങ്ങനെ. എന്നിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കൂടാ. എന്നിട്ട് വിളക്കൂതിയിട്ട് എല്ലാരും കൂടി ദിക്റില്ല. എന്നിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുണ്ടാവും, കാരണം വിളക്കൂതിയിട്ട് 1-2 മണിക്കൂറാ നൽകിയിരുന്ന കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ട്. ഒക്കെ ഉണ്ടാവും. ശരീഅത്തിനെ പൊളിച്ച കറാമത്തിനാണ് ഞാൻ എതിർക്കുന്നത്. ഞാൻ കറാമത്തെ വിരോധിയൊന്നുമല്ല, അങ്ങനെ ആരും ചിത്രീകരിക്കണ്ട. ഞാൻ യഥാർത്ഥ കറാമത്തെ അംഗീകരിക്കുന്ന ആളാണ്, അവരൊക്കെ സ്നേഹിക്കുന്ന ആളും. നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ.
യഥാർത്ഥ ആത്മീയ ജ്ഞാനികളില് ഒരു വലിയ വിജ്ഞനല്ലേ ആലിമു ഖുറൈശ് യംലഉ തിവാഖൽ അർള് ഇൽമാ. ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട്. ലോകത്തെ അഷ്ടദിക്കുകളില് ഇൽമ കൊണ്ട് നിറക്കുന്ന മഹാനാണ് എന്ന് മുത്തനബി ദീർഘദർശനം ചെയ്ത മഹാനല്ലേ മുഹമ്മദുന് ഇദ്രീസു ശാഫഈ റളിയല്ലാഹു അൻഹു. അവരെ പലപ്പോഴും പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് പാടിയിരുന്നതാണ് ഉഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹു ലഅല്ലി അനാല ബിഹിം ശഫാഅ. എനിക്ക് സ്വാലിഹീങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. വലസ്തു മിൻഹും, ഞാനാ സ്വാലിഹീങ്ങളിൽ പെട്ടവനല്ല. ആരാണ് പറയണത്? വലസ്തു മിൻഹുന്ന് പറയണത് ആരാ? ഔലിയാക്കളെ ഉസ്താദ് അഹമ്മദ് ഹംബൽ 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളാണ്. അവർ ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. ഇമാം മുസ്നി ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള ആളാണ്. ഇമാമിന് ഷാഫിന്റെ ശിഷ്യനാണ്. അഹമ്മദ് ഹംബലിന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി. ശിഷ്യന്മാരൊക്കെ ഔലിയാക്കളെ നേതാക്കള്. അങ്ങനത്തെ ഔലിയാക്കളെ വാർത്തെടുത്ത സ്വയം മഹാനായ വലിയായ കുത്തുബായ ഷാഫി ഇമാം പറയാണ്, എനിക്ക് സ്വാലിഹ്യങ്ങളെ വലിയ ഇഷ്ടമാണ്. ഞാൻ സ്വാലിഹ്യങ്ങളിൽ പെട്ട ആളൊന്നുമല്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ. ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട. പന്തം വീടിച്ചാൽ ഫജ്റാമോ പൊട്ട. സ്വാലിഹ്യങ്ങളെ ക്യാപ്റ്റൻ പറയാണ്, എനിക്ക് സ്വാലിഹ്യങ്ങളെ പെരുത്ത് ഇഷ്ടാണ്. ഞാൻ അവരിൽ പെട്ട ആളൊന്നും അല്ലേ. സുബ്ഹാനല്ലാഹ്. അവരെ വർക്കത്തോണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇതറിഞ്ഞു ശിഷ്യൻ അഹ്മദ് ഹംബല്. ശിഷ്യനാ, ദീനിന് വേണ്ടി ജയിലിൽ നിന്ന് അടി കിട്ടിയിട്ട് ബോധം കെട്ടുകൊണ്ടാണ്. അവരെ വർക്കത്തോണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹ്, എന്ത് ലോകം കഴിഞ്ഞു പോയി. ഇപ്പൊ എന്തൊരു ലോകമാണ് ഉള്ളത്. ഇപ്പൊ കുപ്പിയിൽ വെള്ളം നിറക്കുക, ഊതുക, ഔലിയാവുക. അതന്നെ. കുപ്പിയിൽ വെള്ളം നിറക്കുക, ഊതുക, സോക്കണ്ണ് കുടിക്കുക, അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ചൂഷണത്തിനെയാണ് ഞാൻ പിടികൂടുന്നത്. നിസ്കാരം നോമ്പൊന്നുമില്ല. എന്റെ അടുത്ത് 1-2 ആൾക്കാർ ത്വരീഖത്തേര് വന്നു. അതിലൊരു പാട്ടുകാരുണ്ട്. അതിൽ ഒരാൾ റൂമിൽ ഇങ്ങനെ തലാത്തിരിക്കുക. അപ്പൊ ഈ പാട്ടുകാരനോട് പറഞ്ഞു, അയാൾ പുറത്തു വന്ന ശേഷം മുപ്പര് ദിക്റിൽ വലിയ ലഹരിയുള്ള ആളാണ്, അതാണ് വല്ലാതെ മുണ്ടാത്തുക. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാ ലഹരി എന്ന് വെച്ചാൽ, അത് ആദ്യം മൂപ്പരൊന്ന് കഞ്ചാവ് തൊള്ളയിൽ വെക്കും, എന്നിട്ട് ആ ദിക്റല്ലേ. ത്വരീഖത്തിന്റെ പേരിലാണ് കഞ്ചാവ് തൊള്ളയിൽ വെക്കുക ലഹരി കിട്ടാൻ. എടാ മൂദേവി, നിനക്ക് ഈ ദീൻ ആര് പഠിപ്പിച്ചെന്നാ? എന്റെ ഇഫ്രീത്ത് പഠിപ്പിച്ച. നിന്റെ കുത്തുബനിന്റെ ഇഫ്രീത്താണ്. അത് ദീനിൽ തെളിവല്ല. ദീൻ ഇവിടെ അയിമത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അത് പൊളിച്ചാൽ ഞങ്ങൾ പിടികൂടും. നീ ആരായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കൂടി എന്നാ സീർ ചെയ്ത് കൊല്ലും. അതിനാണ് ഈ ഔലിയാക്കളുടെ അടുത്തേക്ക് വരുന്നത്. രക്ഷപ്പെടണേ രക്ഷപ്പെട്ടെ. അല്ലാഹു അവരെ ബർക്കത്തോണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇവിടെ ലോകം കണ്ട തർക്കമില്ലാത്ത കുറച്ച് ഔലിയാക്കളുണ്ട്. അതിൽ മജ്ദൂമികൾ ഉണ്ടാവാം, നമ്മളവരെ എതിർക്കൂല. അതിന്റെ പേരിൽ എല്ലാരും കൂടി മജ്ദൂമികളാകുക, അങ്ങനെ വേണ്ടത്. ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ശാഫി ഇമാം പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കണേ. ഉഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അനാല ബിഹിം ശഫാഅ. എനിക്ക് സ്വാലിഹീങ്ങളെ വലിയ ഇഷ്ടമാണ്. ഞാൻ അവരിൽ പെട്ടവനൊന്നുമല്ല. പക്ഷേ ശഫാഅത്തിനെ എതിർക്കുന്നവരൊക്കെ കണ്ണ് തുറക്കണേ. തവസ്സുൽ വിരോധികളൊക്കെ കൽബിന്റെ കാത് കൂർപ്പിക്കണേ. ഇത് ഇമാമുൽ ശാഫിയുടെ പ്രസ്താവനയായി ഉദ്ധരിക്കപ്പെട്ടതാണ്. ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരുടെ ശഫാഅത്ത് കൊണ്ട് എനിക്ക് നാളെ രക്ഷപ്പെടാമെന്നാണ് എന്റെ ശുഭാപ്തി പ്രതീക്ഷ എന്ന് ഇമാമുൽ ശാഫി പാടി പ്രാർത്ഥിച്ച് പറയുന്നുണ്ടെന്ന് കേട്ടപ്പോൾ
അവരുടെ പ്രഗത്ഭനായ ശിഷ്യന് അഹ്മദ് ബിൻ ഹംബൽ അതാ ഒരു പേന എടുത്ത് എഴുതുകയാണ് ഷാഫി ഇമാമിന്, തുഹിബ്ബുസ്സാലിഹീന വ അൻത മിൻഹും ലഅല്ലി അനാല ബിക ശഫാഅ. അല്ലയോ ഉസ്താദ് ഷാഫി ഇമാം അവർകളെ, തുഹിബ്ബുസ്സാലിഹീന, നിങ്ങൾ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നത് ശരിയാണ്, പക്ഷെ ലസ്തു മിൻഹും എന്ന് പറഞ്ഞത് ശരിയല്ല. വ അൻത മിൻഹും, നിങ്ങൾ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയോ ആ സാലിഹീങ്ങളിൽ പെട്ട മഹാനുമാണ്. ഇനി ശിഷ്യനായ പാവപ്പെട്ട അഹമ്മദിന്റെ പ്രതീക്ഷ ഒന്ന് പറയട്ടെ, എനിക്ക് ഖുർആന് പഠിപ്പിച്ചു തന്ന, ഹദീസ് പറഞ്ഞു തന്ന, ദീന് പകർന്നു തന്ന ഉസ്താദായ നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാമേ എന്നാണ് ഈ പാവപ്പെട്ട അഹമ്മദിന്റെ പ്രതീക്ഷയെന്ന് 10 ലക്ഷം ഹദീസ് മനഃപ്പാടമായ അഹമ്മദ് ഹംബൽ പറഞ്ഞെങ്കിൽ അവരെക്കാൾ വലിയ സ്വാലിഹീങ്ങൾ പിന്നെ വന്നിട്ടില്ല, ഇനി വരികയും ഇല്ല. അത്ഭുതങ്ങൾ എല്ലാവരും കാണിക്കും. അത്ഭുതത്തിന് പല പേരുണ്ട്, അതൊന്ന് പഠിച്ചാൽ ചൂഷണമെന്ന് രക്ഷപ്പെടാം. ഇസ്തിദ്രാജ് അത്ഭുതമാണ്, അത് ശൈത്താനെ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ശൈത്താനെ സേവിച്ച ആളുകൾക്കും ചെയ്യാൻ പറ്റും. ഇസ്തിദ്രാജ് അതിന് നിസ്കരിക്കണ്ട, നോമ്പ് നോൽക്കണ്ട, ശൈത്താനെ പൂജിക്ക, മേൽക്കൂടി പറക്കാം, ശൈത്താനെ പൂജിക്ക, വെള്ളത്തിന് മേൽക്കൂടി നടക്കാം, ശൈത്താനെ പൂജിക്ക, മനസ്സിന്റെ ഉള്ളിലുള്ളത് പറയാം, ശൈത്താനെ പൂജിക്ക. കാരണം ജിന്നുകൾക്ക് മണ്ണിന്റെ അടിയുള്ള അറിയും, ജിന്നുകൾക്കല്ല കോഴിക്കൾക്ക് പറയും. കോഴിക്കൾ ഓടിയതുകൊണ്ട് കാലോണ്ട് ചെയ്തിട്ട് കൊത്തിയുന്നുണ്ട് ചതല്, ഇവിടെ ഇതിന്റെ ഉള്ളിൽ ചതലുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? ഔലിയാക്കളെ പെട്ടോണ്ടാ. അത് ശരി, ഒരു കോഴി ഇങ്ങനെ കാലോണ്ട് ചെയ്തിട്ട് ചതലൊന്നും കുത്തുമുല്ല താപു ചേക്കോയി എന്ന് പറയാം. എടാ ഇതിന്റെ അടിയിൽ വെള്ളമുള്ളത് ഔലിയാക്കളെ പറയുള്ളൂ, ശൈത്താൻ പറയില്ലേ? അപ്പൊ എങ്ങനെ കുറച്ച് ഔലിയാക്കൾ അറിയണം, വെള്ളം കാണിച്ചു കൊടുക്കണം ഔലിയാക്കൾ. നിസ്കരിക്കാത്തോ വെള്ളം കാണിച്ചിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് ഇതൊക്കെ ചെയ്ത് കാണിക്കണേ തർക്കമില്ല. കുറെ സയ്യിദന്മാരും ഉസ്താദന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, വെള്ളം നിർമ്മിച്ചു അവർക്ക് അവരെ അസ്മാവും ദിക്റൊക്കെ ഉണ്ട്. ഞാൻ അതിന് എതിരല്ല, അത് നല്ലതാ, അതിനൊന്നും എതിർക്കല്ല. ഇതിൽ നല്ലൊരു ഭാഗമുണ്ട്, അതിനെ എതിർക്കണില്ല. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച വിഷയം എനിക്ക് പറയണല്ലോ, അതുകൊണ്ട് ബടക്കറ്റ ഭാഗമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. രണ്ടും സെയിം തന്നെയാണ്, കാഴ്ചയിൽ രണ്ടും ഒന്നാണ്, ഒന്ന് ഒറിജിനൽ ആണെന്ന് പാത്തില്ല. അതാ രണ്ടും തിരിച്ച് മനസ്സിലാക്കണം. ഇസ്തിദ്രാജ് എല്ലാ അത്ഭുതങ്ങളും കാണിക്കാം, ഇസ്തിദ്രാജിലൂടെ എല്ലാ അത്ഭുതം കാണിക്കാം, അതൊരു അത്ഭുതം. സിഹ്ർ ബാഹ്യത്തിലെ അത്ഭുതം. മഅൂനത്ത് എന്നുള്ളൊരു ഒപ്പുണ്ട് കിതാബിൽ, അതിനിപ്പോ വലിയ ആയിക്കൊള്ളുന്നില്ല. ഒരു നാടൻ മനുഷ്യന്റെ ചിലപ്പോൾ അത്ഭുതം ഉണ്ടാവും, അതിന് മഅൂനത്താണ് ആ പേര്. ഒരു നാടൻ മനുഷ്യൻ അത്ഭുതം ഉണ്ടാവും, അതിന് പേര് മഅൂനത്ത്. അമ്പിയാക്കളിൽ അത്ഭുതം ഉണ്ടാവും നുബുവത്തിന് മുമ്പ്, അതിന്റെ പേര് ഇർഹാസാത്ത്. നുബുവത്തിന് ശേഷം ഉണ്ടെങ്കിൽ അതിന്റെ പേര് മുഅ്ജിസാത്ത്. ഇതൊക്കെ അത്ഭുതങ്ങളാണ്. ഇതിൽ നല്ലതുണ്ട്, ബടക്കുണ്ട്. കൂട്ടിക്കലർത്തിയിട്ട് ചൂഷണത്തിന് അടിമപ്പെടരുത്, അതാണ് ഈ പറയുന്നത്. സാമ്പാറാക്കരുത്. ചേറും ചോറും ഒന്നാന്ന് പറയുന്നത്. ചേറ് ചേറാണ്, ചോറ് ചോറാണ്. രണ്ടും രണ്ടാക്കി മനസ്സിലായില്ലെങ്കിൽ ഇമാം പോയി പോകും. അബൂയൽ വിസ്താമിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അവര് തോതി പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ദർശനമൊന്നും വരുന്നില്ല. അപ്പൊ പല സ്ഥലത്തും നടക്കുന്ന പോലെ ഇപ്പൊ ത്വരീക്കത്താണ്ട് വ്യാപിച്ചപ്പോ മുത്താലിമീങ്ങളൊക്കെ അങ്ങോട്ട് ചേക്കേറുക, ദർശനമൊക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തം കുത്തുബാവുക. അവര് തോതി പഠിക്കുന്ന ഒരു കുട്ടിയെ ദർശക്ക് കാണുന്നില്ല. അപ്പോ ഉസ്താദ് അന്വേഷിച്ചു, നല്ല കിതാബ് തിരുന്ന ആളായിരുന്നല്ലോ, എന്താ വരാത്തത്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഓപ്പ വലിയ മർത്തബിലാന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര മർത്തബിലാണ്. എന്താന്ന് വെച്ചു, ഓനൊരു പുതിയ ശൈഖിനെ കിട്ടിയിരുന്നു. ഇപ്പൊ കൽബിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതല്ല ഇപ്പൊ എല്ലാരും ഉദ്ദേശം. ആത്മീയ ജീവിയാണെങ്കിൽ കൽബിന്റെ ഉള്ളിൽ പറയണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ ജ്യോത്സ്യന്മാരും പറയും, കണക്കന്മാരും പറയും, അണ്ടനും പറയും, അടകോടനും പറയും. അത് ചിലപ്പോ അബ്ദുൽ ജലീലും പറയും, അബൂബക്കറും പറയും, ചിലപ്പം പറങ്കോടനും പറയും, ചിലപ്പം ജോസഫും പറയും, ചിലപ്പോ അത് മഹാനായ വലിയും എല്ലാരും പറയും. എന്നാൽ അതൊന്നും വെച്ചുകൊണ്ട് ഒരാൾ മഹാനാന്ന് പറയാനേ പറ്റില്ല. സൈക്കോളജി പഠിച്ച ആളുകളും മുഖത്ത് നോക്കിയിട്ട് അത്ഭുതങ്ങൾ പറയും. നാളെ മുതുകാട് പറഞ്ഞ ഞാൻ കേട്ടു, ഒരാളെ കണ്ട് വിളിച്ചതാസ്ന്ന്. എന്നിട്ട് മുഖത്തൊക്കെ നോക്കി, എന്റെ കൽബിൽ ഇപ്പൊ ഉള്ളത് ഒരു ബസ് വാങ്ങാൻ പൂതിയുണ്ട് എന്നല്ലേ അയാൾ പറഞ്ഞാന്ന് പറഞ്ഞു. മുതുകാട് എന്താ? സുൽത്താൻ ഔലിയ, ആശിഖ് റസൂല ആണോ?
അതുകൊണ്ട് ഞാൻ അയാളെ തരീക്കത്ത് വാങ്ങി. എന്തായി കേൾക്കുന്നത്? ഈ കുട്ടിനെ കാണാതായി ദർശ കാണാതായപ്പോ ഉസ്താദല്ലേ, ഉസ്താദ് പറഞ്ഞു എനിക്കൊന്ന് കാണാൻ പോതിണ്ടെന്ന് പറയുന്നു. ഔലി ആയിക്കോട്ടെ, ഞാൻ എന്റെ കുട്ടികളോടും പറയലുണ്ട്, നിങ്ങൾ കുത്തുമ്പോ ആയിക്കോളി, പക്ഷെ തലേന്ന് വിവരം പറയണം. നിങ്ങൾ കുത്തുമ്പോ കൗസോ സമ്മതോ എന്തായാലും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ തലേന്ന് വിവരം പറയണം, നാളെ കുത്തുമ്പോ ഉണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ആയിങ്ങാണ്ട് വരും, കാരണം അപ്പൊ നിങ്ങൾ കുത്തുമ്പാകുമ്പോ നമ്മൾ ഹൗസോ അപ്പൊ ഏറ്റുമുട്ടലാവും. നിങ്ങൾക്ക് കുത്തുമ്പാൻ പൂതിണ്ടെങ്കിൽ പറയാം, നാളെ 1-ാം തീയതി ഞാൻ കുത്തുമ്പാണെന്ന്, നമുക്ക് നല്ല യാത്രയപ്പൽക്കാം. അബുൽ ഉസ്താദിന്റെ അടുത്ത് ഓതാൻ വരുന്ന കുട്ടിനെ കാണാനില്ല. അപ്പൊ ഉസ്താദ് ചോദിച്ചായിരുന്നു, അപ്പൊ ഇങ്ങനെ ഒരു പുതിയ കുത്തുബിനെ കിട്ടിക്കണം, ഇപ്പൊ വലിയ മക്കാമിലാണെന്നോ. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ചൊല്ലിക്കെടുത്ത ഉസ്താദല്ലേ, ഒന്ന് കാണാൻ പൂതിണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഉസ്താദിന്റെ അക്കൽപ്പന സ്വീകരിച്ചു കാണാൻ വന്നു. ഉസ്താദ് ചോദിച്ചു, എന്താ ഇപ്പൊ ദർശനമൊന്നും കാണാനില്ലാത്ത? അവർ ഞാനിപ്പോ ദർശനം ഇരിക്കണ മക്കാമിലല്ല, അപ്പൊ അതിന്റെ മേലെ. ഇപ്പൊ ഉസ്താദിന്റെ ദർശനം ഇരിക്കണ മക്കാമിലല്ല, അതിന്റെ മേലെയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞു, ഉസ്താദ് ഇപ്പൊ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്നുള്ള ഉദ്ധരിച്ചിട്ട് അർത്ഥം വെക്കല്ലുള്ളൂ. എന്നാ അപ്പൊ ഞാൻ ആ മിഅ്റാജ് അനുഭവിക്കുന്ന ആളാണ്. ആ മർത്തബിക്ക് കയറിക്കണോ വെച്ചാ എങ്ങനെ? ഞാൻ ഇന്ന് ശേഷം നിസ്കരിക്കല സ്വർഗത്ത് പോയിട്ടാണ്, ഭൂമി നിസ്കരിക്കൂല. അപ്പൊ ഉസ്താദിന് ഭയങ്കര അത്ഭുതമായല്ലോ. ആത്മീയ ചൂഷണം എന്ന് കേട്ടോളിട്ടോ, നന്നായി കേട്ട് മനസ്സിലാക്കി പഠിച്ചു പോയിക്കോളി, എന്നാ രക്ഷപ്പെടാം പിശാചിന്റെ കെണി. ഞാൻ ഇന്ന് രാത്രി ഉസ്താദെ നിസ്കരിക്കല സ്വർഗത്ത് പോയിട്ടാണ്, ഭൂമി നിസ്കരിക്കൂല. മദ്ഖൽ എന്ന കിതാബിൽ ഇബ്നുൽ ഹാജ് ഉദ്ധരിച്ച സംഭവം ഞാൻ വെറുതെ ഉണ്ടാക്കി പറയാം. അപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ആഗ്രഹം, അങ്ങനെയാണ് ഇപ്പൊ ഒന്ന് കാണണല്ലോ, സ്വർഗത്ത് പോയിട്ട് നിസ്കരിക്കും. കിനാവിലല്ല, എങ്ങനെ പോവാ? അതാ സമയത്ത് എന്നെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും, ഒരു വാഹനം, ഇന്റേതായ ഒരു ബുറാക്ക്, അതിമ കയറി പോലാണ്, നിസ്കരിച്ചിട്ട് സുബീഖ് പോലാണ്. ഭയങ്കര അത്ഭുതം. സുബ്ഹാനമഞ്ചല്ല. അപ്പൊ ഉസ്താദ് വെച്ചു, ഇന്ന് രാത്രി എനിക്കൊന്നും കൂടെ വരാൻ പറ്റുമെന്ന് വെച്ച്. അത് വരാം, ആരോടും പറയണ്ട, ഉസ്താദിനെ വേണേ കൊണ്ടുപോകാം, നിങ്ങൾ ഇന്ന് ഉസ്താദല്ലേ, ചൊല്ലി തന്നൊരു ബഹുമാനം ഉണ്ടല്ലോ, നിങ്ങളെ കൊണ്ടുപോകാം. അന്ന് ബഹുമാനപ്പെട്ടവർ ഈ ശിഷ്യന്റെ വീട്ടിലെത്തി. അപ്പൊ ഉസ്താദ് നിങ്ങൾക്ക് ബഹുമാനൊക്കെ കൊടുത്തു. അപ്പൊ ഉസ്താദ് വെച്ച് എപ്പോഴാ പോവാ? വണ്ടി ഇപ്പൊ വരുന്ന നിങ്ങൾക്ക് കേൾക്കണ. കുറച്ച് കഴിഞ്ഞപ്പോ വലിയൊരു പക്ഷി വന്നും ചെയ്യും. ശരിക്കും വന്നു, വലിയൊരു പക്ഷി പാറി വന്നു. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പം മൂപ്പരെ കാല് കഴുകി കുടിക്കൂലേ, കാരണം പക്ഷി കണ്ട് ഇറങ്ങി വരികയാണേ. ഉസ്താദിനോട് പറഞ്ഞാ പോ ഒരുങ്ങിക്കോളി, അവർക്ക് സ്വർഗത്തേക്ക് പോവാൻ ഒരുങ്ങിക്കോളി. പോവാ ഒരുങ്ങി ഉസ്താദിനോട് മുന്നിലിരിക്കാൻ പറഞ്ഞു, കാരണം പറക്കല്ലേ, പേടിക്കണ്ട, ഞാൻ ബാക്കിലുണ്ട്. ആ പക്ഷിപ്പുറത്ത് രണ്ടാളും ഇരുന്നു, ഉസ്താദും ശിഷ്യനും. പക്ഷിയാണ്ട് പറഞ്ഞു, ഇതൊന്നും കിനാവല്ല കൂട്ടരെ, ഒറിജിനൽ സംഭവം. കുറെ പറഞ്ഞൊരു സ്ഥലത്താണ്ട് പോയിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയാണ്, അത് സ്വർഗല്ലാന്ന് ആരും പറയില്ല. ഒരു സ്ഥലത്ത് മൊത്തം തോട്ടങ്ങള്, പൂക്കള്, നല്ല സുഗന്ധം, കളകളാരം മുഴക്കൊഴുകുന്ന അരുവികൾ. ഈ സ്വർഗല്ല എന്ന് പറയും. ബഹുമാനപ്പെട്ടവർ വീട്ടിൽ നിന്ന് യേശൊക്കെ നിസ്കരിച്ചിരിക്കണം. ഇവ ഒന്നുകൊടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഒന്നുകൊടുത്തോളി നിസ്കരിക്കാനാണ്. അപ്പോ ശരീഅത്ത് പഠിച്ച ഈ പണ്ഡിതൻ ഉറച്ചാണ്ടെന്നു, ഇത് സ്വർഗാണ്, സ്വർഗത്ത് നീ ഇപ്പൊ നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിസ്കരിക്കുന്നില്ല. സ്വർഗത്ത് നിസ്കരിക്കണം. നിസ്കരിച്ച ആളുകൾ കടക്കുന്ന സ്ഥലമല്ലേ സ്വർഗം, ഞാൻ അവിടെ നിസ്കരിക്കാം, ഞാൻ നിസ്കരിക്കില്ല. ആ കുട്ടി ഓതോടുത്ത് നിസ്കാരം തുടങ്ങി. കൊറേ കഴിഞ്ഞു തിരിച്ചെന്നിട്ട് ഉസ്താദ് കയറിക്കോളി, വണ്ടിമ്മ കയറിക്കോളി, പക്ഷിമേലെ പക്ഷിപ്പുറത്ത് കയറിക്കോളി, എന്തേന്ന് വെച്ചു, നീ നാട്ടിക്ക് പോവാ. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സ്വർഗത്തിലെത്തി കഴിഞ്ഞ് പോണ പരിപാടിയേ ഇല്ല, ഇത് എങ്ങനെയും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക. ഞാൻ പുറത്തിറങ്ങൂല, കാരണം സ്വർഗത്തിന് പുറത്തു പോലെ ശൈത്താന്റെ പണിയാണ്, ഞാൻ പോകൂല. അതില് കുടുങ്ങി. കാരണം ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല, കുട്ടിയെ സ്വർഗാന്ന് വിശ്വസിക്കണ. കുട്ടി കുറെ പറഞ്ഞു, ഉസ്താദെ വണ്ടി വന്നിക്കണ, ആ പക്ഷി ചിറകൊണ്ടൊന്ന് കുടഞ്ഞാല് ഇവിടെ ജൽസലത്തുണ്ടാവും, ഭൂമിയുൽക്കുണ്ടാവും. സ്വർഗത്തിൽ ഭൂമിയുൽക്കോ? സ്വർഗത്തിൽ ഭൂമിയുൽക്കുണ്ടാവോ? എന്താ ഈ പറയണ? ഞാൻ പോയി തന്നിക്കണോ? സ്വർഗത്തിലുണ്ടോ? കുലുക്കണ്ടാണ്. അങ്ങനെ ഇനി കുലുങ്ങാണെങ്കിൽ കുലുങ്ങിട്ട് ഞാൻ മരിക്കാൻ തയ്യാറാണ്, കാരണം സ്വർഗത്തിൽ വെച്ച് മരിക്കല്ലേ. അങ്ങനെ ആണോന്ന് വാദപ്രയോഗമായി. ശരീരത്തിന്റെ നൂലുമാണ്ട് പിടിച്ചു, ചവിട്ടിയാണ്ട് കൂട്ടി, അനങ്ങിയില്ല. ഞാൻ ഇവിടുന്ന് വരൂലായിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോ സംഗതിയാണ് മനസ്സിലായി. എന്താരോ പക്ഷിയാണ് പാറിപ്പോയി. ആ നാട്ടിൽ കുറച്ച് അപ്പുറത്ത് ഏറ്റവും മോശപ്പെട്ട ഒരു സ്ഥലമാണ്. ആളുകൾ മൂത്രയിക്കുന്ന കാഷ്ടിക്കുന്ന സ്ഥലമാണ്. ആ മൂത്രക്കാണ് ഇപ്പൊ ഇത് അരുവിമാര് കാണിച്ചു. മൂത്രം കൊണ്ടാണ് ഇപ്പൊ ഈ ഒതുക്കുന്നത്. അതിന് ശൈത്താന് കഴിയുന്നു. ഈ സാധനത്തിനെ മറ്റൊന്നാക്കിയിട്ട് കാണിക്കാൻ ശൈത്താന് കഴിയും. അതിനാണ് ഈ സിഹർ എന്ന് പറയാ ഒരർത്ഥത്തില്. ഉസ്താദ് വിളിച്ചപ്പോ വന്നോണ്ട് മാത്രം ശൈത്താനിൽ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേന്ന് ഉസ്താദിന്റെ കാൽമ വീണു, ഒത്തു തുടങ്ങി. അപ്പൊ മര്യാദക്കായി. അല്ലെങ്കിലോ ശൈഖാനെന്നും പറഞ്ഞങ്ങനെ നടക്കും. ശ്വാസം പോണ സമയത്ത് തിരിയും. ബാക്കിൽ ശൈത്താനായിരുന്നു, മലക്കല്ലായിരുന്നു, അള്ളല്ലായിരുന്നു, പിശാച്ചായിരുന്നു. ശ്വാസം പോണ സമയത്ത് തിരിയുള്ളൂ. അപ്പോഴാണ് ചൂഷണം മനസ്സിലാവുക. അതിന് മുമ്പ് മനസ്സിലായി രക്ഷപ്പെട്ടാൽ അള്ളാഹിന്റെ ലോകത്ത് സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ ലോകം മുഴുവനും നമുക്ക് മുമ്പിലുണ്ടെങ്കിലും പിന്നിലുണ്ടെങ്കിലും തക്ബീർ വിളിക്കാനുണ്ടെങ്കിലും അന്ത്യശ്വാസത്തിൽ ചീഞ്ഞു നാറി ചാകേണ്ടി വരും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ്? മഹാന്മാരാരാണ്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ ആരാന്ന് ഖുർആൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ അഭിപ്രായ വ്യത്യാസം വേണ്ടവരില്ല. അല അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടി ഉണ്ടാകേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർ ടെൻഷൻ ആകേണ്ടവരുമല്ല. അങ്ങനെ അർത്ഥപ്പെട്ട പേടി ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ ആവേണ്ട അവസ്ഥയിലല്ല. ചിലപ്പം പേടി ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒരു മക്കാമിലല്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പം ടെൻഷൻ ആവും. ഔലിയാക്കൾ നേതാവിനോടല്ലേ വാറ് തവർന്ന് ലാ തഹസൻ എന്ന ടെൻഷൻ ഉള്ളതുകൊണ്ടല്ലേ. ലാ തഹസൻ ഇന്നല്ലാഹ മാന എന്ന് പറഞ്ഞ് ഔലിയാക്കളെ നേതാവിനോടല്ലേ ടെൻഷൻ ഉണ്ടായതുകൊണ്ടല്ലേ പറഞ്ഞ് ലാ തഹസൻ ഇന്നല്ലാഹ മാന. അപ്പൊ തീരെ ഒരു നിലക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്ന് അതിന് അർത്ഥമില്ല. അങ്ങനെ അർത്ഥം വെച്ചിട്ട് ആ കൊളാക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാലത്തും ഒരു ടെൻഷൻ ഉണ്ട്. സിദ്ദീഖ് അക്ബറിനോട് പറഞ്ഞതോ ലാ തഹസൻ എന്ന് പറഞ്ഞതോ ടെൻഷൻ ഉള്ളതുകൊണ്ട്. ടെൻഷൻ ഉണ്ടാവേണ്ട ഒരു മക്കം ഏതുപോലെ ഞാൻ അർത്ഥം വെച്ചരാം. ലാ റൈബ ഫീഹി, അതിനെന്താ അർത്ഥം? ഖുർആനിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല എന്നല്ല, സംശയത്തിലേക്ക് ഇവിടെ യുക്തിവാദികൾ ഉണ്ടാവും. സംശയിക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഖുർആൻ ഉള്ളത്. അത് അതിനനുസരിച്ചുകൊണ്ട് നോക്കിയാൽ സംശയം ഉണ്ടാവില്ല. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു പേടി ടെൻഷൻ ഇല്ലാന്ന് അർത്ഥം വെച്ചാൽ അത് തെറ്റാന്ന് പറയും വേണ്ട. അതിന് ആ നിലക്കൊരു വ്യാഖ്യാനം ശരിയായിരിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ ആളുകളുണ്ടാവും. പക്ഷെ പൊതുവെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യാഖ്യാനം ടെൻഷൻ ആവേണ്ട, പേടി ഉണ്ടാവേണ്ട ഒരു മർത്തബയിലല്ല. കാരണം അവരെ കാര്യം അല്ലാഹു ഏറ്റെടുത്തതാണ്. അതാണ് വലിയ ഫായിൽ വസനാണത്. ഇസ്മു ഫായിൽ വരും, ഇസ്മു മഫ്ഊലും വരും. അപ്പോ അള്ളാഹുവിന്റെ നിയമങ്ങളെ സംരക്ഷിക്കുന്ന ആള്, അപ്പൊ അവരെ കാര്യം അള്ളാഹു തിരിച്ചും സംരക്ഷിക്കും. അപ്പൊ സംരക്ഷിക്കുന്നവനുമാണ് സംരക്ഷിക്കപ്പെടുന്നവനുമാണ്. അതാണ് വലിയ അവരല്ലദീന ഇദാ അവര് വാഴ പറയണ്ട. ഈ രണ്ട് മഹാന്മാര് വലിയ പ്രഭാഷകന്മാരല്ല. ഈ രണ്ട് മഹാന്മാര് വലിയ പാട്ടുകാരല്ല. ഈ രണ്ട് മഹാന്മാര് വലിയ കച്ചവടക്കാരല്ല. ഈ രണ്ട് മഹാന്മാര് വലിയ ചികിത്സകന്മാരല്ല. ഈ രണ്ട് മഹാന്മാർ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ചിന്തിക്കണേ, ചിന്തിക്കണേ. അവരെ അടുത്ത് നമ്മളെന്നാണ് ചേർന്ന് കൊടുത്താൽ കിട്ടുന്ന ഒരു പ്രകാശം ഉണ്ട്, ഭയങ്കര പ്രകാശം. അങ്ങനെയാണല്ലോ. ഈ ഷവർമ കഴിക്കുന്ന ആളുകൾക്കറിയാം, കുബൂസ് എടുത്തിട്ട് ഒന്നിങ്ങനെ ചൂടാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ സാധനം വെച്ച് പുതിയ ആ ചൂടാക്കുന്ന പരിപാടിയാണ്. ഈ സാധനം ഒന്ന് നേരെ വെച്ചുകൊടുത്താൽ ചൂടായി. പിന്നെ നമുക്ക് നമ്മുടെ കച്ചവടം നടത്താം. കച്ചവടം തന്നെ ഏതാ കച്ചവടം? യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ.
സൂറത്ത് സഫിൽ പറഞ്ഞ കച്ചവടമാണ്. ആത്മീയ ലോകത്തൊരു കച്ചവടമുണ്ട്, അത് ആഖിറത്തിന് വേണ്ടിയാണ്. ദുനിയാവിന്റെ എച്ചിൽ വേസ്റ്റുകള് വാരിക്കൂട്ടി പാവങ്ങളെ ചോര പിഴുത് കുമ്പ വീർപ്പിക്കാനല്ല, അതിനു വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾക്കല്ല, കോപ്പിരാട്ടിത്തരങ്ങൾക്കല്ല, ദീന് മറന്ന പെരുമാറ്റങ്ങൾക്കല്ല, ആൾക്കൂട്ടം സൃഷ്ടിക്കാനല്ല, അല്ലാഹനെ പേടിക്കാനാണ്. അങ്ങനെ ആവുമ്പോ നമുക്ക് പേടി ഉണ്ടാവില്ല. നമുക്ക് അള്ളാനെ പേടി എന്നാ പിന്നെ ആരെ പേടി? അള്ളാനെ കണ്ട പേടി എന്നാ പിന്നെ ആരെ പേടി? ആരെ പേടിക്കണ്ടുള്ളത്? ഷെയ്ഖ് ജിലാന്റെ സാസലല്ലേ ഖദറും ഖലാവും പറഞ്ഞുകൊണ്ട് കാണും. അൽ ഖൈറു വശർറു കുല്ലു മിനല്ലാഹ്. അഖീദയിൽ 6ാമത്തെ പോയിന്റ്, ഈമാനിലെ 6ാമത്തെ പോയിന്റ് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ മുന്നിലുണ്ട്. അപ്പോഴല്ലേ വലിയൊരു പാമ്പ് വന്നുകൊണ്ട് സാസിലേക്ക്, പാമ്പങ്ങ് പണം വിടർത്തിയിട്ട് ആടാൻ തുടങ്ങി. സാസിലുള്ളവർ മുഴുവനും ഞെട്ടോട്ടം ഓടി, ഓടിയല്ലോ. പാമ്പ് കണ്ട് ആരാ ഓടാത്തു? നിങ്ങൾ പിന്നെ മുഖത്ത് ഇങ്ങനെ തുറച്ചു നോക്കണം. ഈ ഒരു പാമ്പ് നിങ്ങൾ നീച്ചോടില്ല. ആരവിടെ വേലയൊക്കെ ഉണ്ടാവും? അങ്ങനെയാണ് നിന്ന എല്ലാരും ഓടി തന്നെ. അല്ല, മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു പാമ്പിനെ കണ്ടപ്പോ വടി അവിടെ ഇട്ടാളിന്ന് പറഞ്ഞു. അങ്ങനെ പാമ്പിനെ കണ്ട ആകെയുള്ള ധൈര്യം കയ്യിൽ വടിയുണ്ട് എന്നുള്ളതാണ്. വടിമ കൊണ്ടാ നമ്മളുണ്ടല്ലോ എന്നാണ് അതിനർത്ഥം. അതിനൊരർത്ഥം പാമ്പിനെ കണ്ട ഒരു മനുഷ്യന് ആകെയുള്ള ധൈര്യം എന്താണ്? വടിയുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞു അതവിടെ ഇട്ടാളിന്ന്. കാരണം അപ്പുറത്ത് പാമ്പിനെ കണ്ടു. നീ ഇതുകൊണ്ട് നിങ്ങൾ എതിമ തവക്കുലാക്കണ്ട, ഇരുമങ്ങളെ എത്തിമാതി ചെയ്യണ്ട, അതവിടെ ഇട്ടാലേ പണിയെടുത്തോളാം. സംഗതിയിൽ മൂസാ നബിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇബ്നു കസീർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ചെറിയൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. കാരണം കുറെ പാമ്പ് കൊണ്ട് വരികയാണ്. അപ്പൊ അള്ളാഹ് വടിയും കൂടി ഇടാൻ പറഞ്ഞ കഴിച്ചില്ല. വടിയും കൂടി ഇടാൻ പറഞ്ഞ കഥ കഴിച്ചില്ല. അള്ളാന്റെ വടിയാണ് ഇട്ടാൽ പിന്നെ നോക്കുമ്പോ വടി തന്നെ പാമ്പാകണം. അതല്ലാന്റെ വടി. അതുകൊണ്ടല്ലേ വന്ന ആൾക്കാരൊക്കെ മുസ്ലിമീങ്ങളായത്. ഓൾക്ക് ഓലൊപ്പിച്ചത് ഓൾക്കറിയാം, ഒപ്പിക്കലല്ലാന്ന് ഓൾക്ക് മനസ്സിലായി. ഫാസലമോ. പക്ഷെ സ്വാഗത സംഘം ചെയർമാൻ ഉണ്ട് ഫിറൗന്. സംഘാടക സമിതിയിലെ ചെയർമാൻ മൂപ്പര് ഉറച്ചു. മത്സരിക്കാൻ വന്നവരൊക്കെ മുസ്ലിമീങ്ങളുമായി. ഉത്സാരം വന്നാൽ ഉറങ്ങാമോ കേടാ. അതിനൊരു ബർക്കത്ത് എന്താ നമ്മൾ മനസ്സിലാക്കണം. മുഷാവറിന്റെ ഒരു അദബ് ആദ്യം അവർ ചെയ്തു. അതിന്റെ ബർക്കത്തോണ്ട മുസ്ലിമീങ്ങളായത് ചില മഹാന്മാരെ രേഖപ്പെടുത്തി. മൂസാ നബി അള്ളാന്റെ നബിയാണ്, റസൂലാണ്, കലീമാണ്, ഉലുൽ അസ്മിൽ പെട്ട ആളാണ്. ഉലുൽ അസ്മിൽ പെട്ട ആളാണ്. ആ മഹാനോട് ഈ കാഫിര്യങ്ങൾ ആയിരുന്ന സാഹചര്യങ്ങൾ ചോദിച്ചു, നിങ്ങളാണോ തുടങ്ങേണ്ടത് ഞമ്മളാണോ തുടങ്ങേണ്ടതെന്ന് വെച്ച്. അതിന് മുഷാവറ എന്ന് അറബി പറയാം. അതൊരു അദബാണ്. അത് അള്ളാന്റെ നബിനോട് ചോദിച്ചപ്പോ അള്ളാഹു തആല അതിന്റെ ബർക്കത്തോണ്ട് എല്ലാവരെയാണ് മുസ്ലിമീങ്ങളാക്കി. മഹാന്മാരോട് അദബ് നല്ലതാ. അദബ് കേടുണ്ടെങ്കിൽ ആഖിബത്ത് ചീഞ്ഞു നാറും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നന്നായി ആമീൻ പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ, ബിന്നബിയിൽ മുസ്തഫ. പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ അല്ലാഹുവിന്റെ ലിഖായിൽ പങ്കെടുക്കാനാണ്. അൽ മർഉ മഅ മൻ അഹബ്ബ. മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ്, പെങ്ങന്മാരോട് ഉണർത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അറിയിക്കുകയാണ്, നിങ്ങൾ ഏത് മഹാന്മാരുമായി ബന്ധപ്പെട്ടാലോ ഹക്കിന്റെ ആളുകളാണെങ്കിൽ അത് ഖൈറാണ്, ഖൈറാ. നേരെ മറിച്ച് ശരീഅത്തില്ല, നിസ്കാരമില്ല, നിയമങ്ങളെ പരിഗണിക്കുന്നില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിരിക്കുകയാണ്, അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ കൈപിടിക്കുകയാണ്. അതൊക്കെ ബൈഅത്ത് ചെയ്താൽ പിന്നെ അന്യ ആണുങ്ങളല്ല, ഒക്കെ സ്വന്തം ആളുകളാണ് എന്ന് ന്യായം പറയുകയാണെങ്കിലോ അത് ശൈഖല്ല പിശാച. അവന്റെ പിന്നാലെ കൂടിയാലും അത്ഭുതങ്ങൾ ഉണ്ടാകാം, അവന്റെ പിന്നാലെ കൂടിയാലും രോഗങ്ങൾ മാറാം, അവന്റെ പിന്നാലെ കൂടിയാലും ബിസിനസ് പൊടിപൊടിക്കാം, അവന്റെ പിന്നാലെ കൂടിയാലും കൃത്രിമമായ സമാധാനം ഉണ്ടാകാം. പക്ഷെ കുമിളയാണ് മോനെ, തെറിച്ചു പോകും മോളെ.
നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയാണ് പരലോകത്തിലെന്ന് പറയുമ്പോ നിസ്കരിക്കാത്തവനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ, കള്ളു കുടിക്കുന്ന ഔലിയ എന്ന് പറയപ്പെടുന്ന കള്ളനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ, പെണ്ണ് പിടിക്കുന്ന ത്വരീഖത്തിന്റെ ശൈഖനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അയാൾ നാളെ പോകുന്നത് സ്വർഗമല്ല നരകമാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ കൂടെ പോകുമേ. അതുകൊണ്ട് ആത്മീയ ചൂഷണത്തിൽ പെട്ടുപോകല്ലേ. ഉള്ളിന്റെ കണ്ണ് തുറക്കണേ, ഉള്ളിന്റെ കാത് തുറക്കണേ. ചൂഷണത്തിൽ പെട്ടുപോകല്ലേ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയേ. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ് നബിയിൽ കുറേ കാട്ടിക്കൂട്ടലാണ്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഈ മാസം വഫാത്തായ മഹാനല്ലേ അബൂബക്കർ സിദ്ദീഖ്. അവരോടൊരിക്കൽ ഒരാൾ എന്ന് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ വലിയൊരു മഹാണ്ട്. എന്തേന്ന് വെച്ചാൽ അള്ളാന്നാണ് കേട്ട അപ്പ ബോധം കെട്ട് കൊള്ളുന്നു. അത്ര വലിയ മഹാനല്ല. അള്ളാന്നാണ്ട് കേട്ട അപ്പം കണ്ട് ജന്മളകിച്ച് വീണ ആളാണ്. വീണവരുണ്ടാവാം, വീണവരൊക്കെ നമ്മൾ നമ്പാൻ പറ്റുമോ? കാരണം ഈ വീണത് ഇപ്പൊ ഏകോളത്തിലാന്ന് പറയാൻ പറ്റും. അപ്പൊ സിദ്ദീഖ് എന്നവര് പറഞ്ഞു, അതിപ്പോ വീടുണ്ട് എന്നല്ലോ, ഒറിജിനാണെന്ന് മനസ്സിലാക്കണമെന്ന്. ഒറിജിനൽ ആണോ ഡൂപ്ലിയാന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചു. അപ്പൊ ഈ പറഞ്ഞ ആള് വെച്ചാൽ ഇപ്പൊ എങ്ങനെയാ മനസ്സിലാകാന്ന് വെച്ചു. അതിനൊരു പണിയുണ്ട്. ഓനെ പരന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇരുത്താം, എന്നിട്ട് അടിയുന്ന അള്ളാന്ന് പറഞ്ഞു. അവിടുന്ന് ബുക്കുണ്ടെങ്കിൽ ഒറിജിനലാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഒരു 4-5 ഇങ്ങനെ ഒന്ന് പരിശോധിച്ച സംഗതി തീരുമാനാവും. ഈ അള്ളാന്ന് കേട്ട അപ്പ വീണ ആളുണ്ടല്ലോ, അവനെ പെരന്റെ മേലെ കൊണ്ടുപോയിട്ട് ഇരുത്തുക, എന്നിട്ട് അടിയുന്ന ഒരാൾ ഉറക്കെ പറയാം അള്ളാന്ന്. അവിടുന്ന് വീഴുകയാണെങ്കിൽ ബാങ്ക് പിടിച്ചോട്ടിരുന്നു. ഞാൻ ആള് ഒറിജിനൽ ഇല്ല. അവിടെ എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ താഴെ ഇറങ്ങി ഒന്നാണ് കൊടുത്താലും. ഇങ്ങനെ പൈസ ഉണ്ടാക്കണ കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇളകിങ്ങാണ്ട് എന്നിട്ട് പറയും ഇബ്രാഹിം ആദിശ കയറിയതാണ്. ഇപ്പൊ കുറെ പെണ്ണുങ്ങളൊക്കെ കൈമലാണ്. എന്ത് പൈസയാണ് എളുപ്പമല്ലത്. ഏർവാടിക്കൊന്നാണ് പോവാ മൊക്കനിട്ട് കാണി. എന്നിട്ട് അവിടെ മണലിലാണ്ടിരിക്കുക. എന്നിട്ട് ശൈത്താനെ കയറ്റിയാണ് വരിക. എന്നിട്ട് ഇബ്രാഹിം ആദിശ ഏർവാടി പോകുമ്പോഴത്തിന് മേത്ത് കയറണൊക്കെ ഇബ്രാഹിം ആദിശ ജീവിതത്തിൽ പെണ്ണുങ്ങൾ മേത്ത് കയറിക്കണം. എന്നിട്ടല്ലേ വഫാത്തിന് ശേഷം. എന്നിട്ട് ഈ ബുഡൂസൊക്കെ തോളിലേറ്റ് നെഞ്ചിലേറ്റ് കുറച്ച് ആൾക്കാർ ബാക്കിൽ. ഇബ്രാഹിം അബൂ താഹിർ എന്ന മഹാന്മാരൊക്കെ പെണ്ണുങ്ങൾ മേത്ത് കയറാൻ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ കുടിയിലെട്ടിട്ട് കണ്ണടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇബ്രാഹിം ആദിശയാണല്ലോ വർത്താനം പറഞ്ഞു. വർത്താനം പറയാം. ഇബ്രാഹിം ഗൗരവത്തിലാക്കാം. ഇവരൊക്കെ മുമ്പിൽ നാളെ ആഖിറത്തിൽ പെട്ടുപോകും. അവര് ചോദിക്കും നിനക്ക് ശരീഅത്തുണ്ടോന്ന് ചോദിക്കും. പെണ്ണുങ്ങൾ മേത്ത് കയറാൻ ഔലിയാക്കള്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് പൈസ ഇങ്ങനെ വാരി. ഒരാൾക്കാരുണ്ടാവും, ഹെൽപ്പർമാർ, ബ്രോക്കർമാരുണ്ടാവും. ഓർക്ക് കമ്മീഷൻ, ഒരാളെ കൂട്ടി കൊടുക്കും. എന്നിട്ട് വീടിന്റെ രീതി മാറിയ അങ്ങനെ പലതും പലതും പലതും. അതിന്റെ ഇടയിൽ കൂടി ചാരിത്യത്തോടെ ബഹുമാനികളൊക്കെ മനസ്സിലായില്ല? അത് അതിന്റെ ഉള്ളിൽ ഒന്നുണ്ടാവും, അതിമക്കൂടി വേറെ ഉണ്ടാവും. എന്തെല്ലാം കഥകളായി ദുനിയാവിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാ ബ്രാഞ്ചും ഇപ്പൊ തുറന്നിക്കണ മലയാളക്കാരെ. ഗൾഫ് നാട് പോയാലും എങ്ങനെ ഒന്നുമില്ല. കാരണം അറബികൾക്ക് അതിന് കിട്ടൂല. ഇയാൾ കോമാളിത്തിൽ നിന്നും അവലെ കിട്ടൂല. അതുകൊണ്ട് ചിന്തിക്കണേ, ഗൗരവത്തിലെടുക്കണേ. ഗൗരവത്തിൽ ചിന്തിച്ചില്ലെങ്കിൽ ചൂഷണത്തിൽ പെട്ടുപോകുന്നത് അറിയില്ല മോനെ. ഖൽബിൽ അല്ലാഹു ഒരു സ്വത്ത് തന്നിട്ടുണ്ട്. ഈ തന്ന ഹിദായത്താകുന്ന സ്വത്തില്ലേ, അത് അമേരിക്കൻ പ്രസിഡന്റിന് പടച്ചവനും കൊടുത്തിട്ടില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, പല സ്ഥലങ്ങളിലെയും ധനാഢ്യർക്ക് കൊടുത്തിട്ടില്ല, ശാസ്ത്രജ്ഞന്മാരിൽ പലർക്കും കൊടുത്തിട്ടില്ല, ചരിത്രകാരന്മാരിൽ പലർക്കും കൊടുത്തിട്ടില്ല, പോരാളികളിൽ പലർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് എനിക്കും നിങ്ങൾക്കും റബ്ബ് തന്നെങ്കിൽ ഉടയാതെ തകരാതെ പതറാതെ ചിതറാതെ അടറാതെ അത് പരിരക്ഷിക്കേണ്ട കടമ നമുക്കാണ്. അത് ചൂഷണം ചെയ്തുകൊണ്ട് കീഴ്പ്പെടുത്തി നശിപ്പിക്കാൻ ആത്മീയതയുടെ പേരിൽ പല കോപ്പിരാട്ടിത്തരങ്ങളും വ്യത്യസ്ത മുഖങ്ങളായി നമ്മെ സമീപിക്കുമ്പോൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
നമുക്ക് യഥാർത്ഥ ആത്മീയതയിലേക്ക് തിരിയാം. അവിടെ നമ്മൾ ആദ്യമായും പ്രധാനമായും പ്രഥമമായും കാണുന്നത് ഹൃദയത്തിന്റെ വസന്തമേ, ജീവിതത്തിന്റെ സുഗന്ധമേ, വിശ്വാസത്തിന്റെ വിമോചകരേ, കാരുണ്യത്തിന്റെ കടലേ, അനുഗ്രഹത്തിന്റെ ആരാമമേ, ഖൽബിന്റെ ഖിബലയേ, സ്വദറിന്റെ മിസ്ബാഹേ, അലിവിന്റെ പ്രതീകമേ, അറിവിന്റെ ആളുരൂപമേ, സൽസ്വഭാവത്തിന്റെ മകുടമേ, അല്ലാഹുവിന്റെ ഇസ്മുകളുടെ മദ്ഹറായ അതമായ അക്മലായ അല്ലാഹുവിന്റെ ഹബീബേ, النبي حاضر يعلم علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 الله. ഇന്ന് ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് അമാനിയെ കണ്ടുമുട്ടി. അദ്ദേഹം കാസർഗോഡ് ഭാഗത്തേക്ക് ബുർദക്ക് വേണ്ടി പോവുകയാണ്. എന്റെ പ്രസംഗം ധാരാളം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ബുർദ ഞാനും ഇടക്ക് വണ്ടിയിൽ നിന്ന് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. രോഗിയാണെന്ന് അറിയിച്ചു, ഡയാലിസ് ഇന്നും ചെയ്തെന്നറിഞ്ഞു, ബുർദക്ക് പോവുകയാണെന്ന് പറഞ്ഞു. റബ്ബേ, നീ അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ കിഡ്നിക്കും മറ്റും ട്രബിൾ ബാധിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിൽ കഴിയുന്ന പല ആലിമീങ്ങളും പ്രഭാഷകന്മാരുമുണ്ട് അല്ലാ, അല്ലാത്തവരുമുണ്ട്. സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. മോനെ, എന്തിനാണ് ചൂഷണത്തിൽ പെടുന്നത്? എന്തിനാണ് മോഷണത്തിന് കൂട്ടുനിൽക്കുന്നത്? എന്തിനാണ് വഞ്ചകന്മാരായ കഴുകന്മാരുടെ തോളിലേറുന്നത്? നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഇമ്പത്തിന്റെ കമ്പത്തിന്റെ പ്രമാണത്തിന്റെ പ്രയാണത്തിന്റെ പ്രണയത്തിന്റെ പ്രാണന്റെ പ്രേമത്തിന്റെ കേന്ദ്രം അത് മദീനയാണ്, മദീനയാണ്. ഹുബ്ബുന്നബിയ്യ വമദ്ഉഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് ശ്രുതി, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ നിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്ക ചൊല്ലിക്കേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമുക്ക് ശരീഅത്ത് പരിഗണിക്കാത്ത ഒരു പരിപാടിയില്ല. മനുഷ്യന്മാരെടുത്ത് തെറ്റുപറ്റും, ഔലിയാക്കളെടുത്ത് തെറ്റുപറ്റാന്ന് ചില കിതാബിലുണ്ട്. മനസ്സിലായോ? ഒരാളെ ബാക്കിൽ എന്നിട്ട് കിബിലൊക്കെ തിരിഞ്ഞ് തുപ്പണുണ്ട് ഔലിയല്ല എന്ന് പറയണ്ട. ചില കിതാബിലുണ്ട് ഔലിയാക്കളെടുത്തും തെറ്റുപറ്റ, പക്ഷെ അവർ ആൺകുട്ടികളെ പോലെ ആയി രക്ഷപ്പെടുത്തി അതിൽ നിങ്ങണ്ട് കഴിച്ചില്ല. ഞാനതൊരു വലിയ മഹാനായ ഒരു ആത്മീയ ജ്ഞാനിയുമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് ഉദാഹരണം പറഞ്ഞത്, ശാസ്ത്രജ്ഞൻ ചളിയിൽ വീണിരുന്ന അതിനെന്തെങ്കിലും ഒപ്പിക്കുന്നു. ശാസ്ത്രജ്ഞൻ ഒരു ചളിയിൽ വീണു നോക്കാം, എണീക്കുമ്പോഴേക്കും മുമ്പ് ആ ചളിമക്കൂടെ എന്തെങ്കിലും ഒപ്പിച്ചു. ഇപ്പൊ ഇത് കേട്ട കുറെ ആൾക്കാരെ ട്രോൾ ചെയ്യും. കണ്ടോ, ഇസ്ലാമിൽ ഇല്ലാത്തവരെ പിടിച്ചോ. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യാൻ ഖേദം കണ്ട് അരിച്ചു. അപ്പൊ ചെയ്ത തെറ്റ് അല്ലാഹു തആല ഇബാദത്തിന്റെ പവർക്ക് കണ്ട് ചെയ്തായി.
അല്ലാഹു തആല നമ്മളെ സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്തേട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. എന്താ നിങ്ങളൊന്ന് ഉഷാറുള്ള ആമീൻ പറയാത്തത്? ചെറിയ കുട്ടികളെ പറയണത്, വലിയവരൊക്കെ അവരെ കോൺട്രാക്ട് വർക്ക് ഏൽപ്പിച്ചിട്ട് വേക്കലിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യട്ടെ. ഞാൻ ഉദാഹരണം പറയാം. ഈ ആയത്തിന്റെ തഫ്സീറിന്റെ ചില കിതാബ് കാണാൻ ഈ സംഭവം. ഉമർ ഖത്താബ് ഒരിക്കല് ഒരു വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോ അപ്പുറത്ത് ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വരും. അവന്റെ അരയില് കള്ളിന്റെ കുപ്പിയുണ്ട്. കള്ള് കൊണ്ടേ കുടിക്കാൻ വേണ്ടി വരിക, വാങ്ങിച്ചു വരികയാണ്. ഉമർ ഖത്താബിനെ ഇങ്ങനെ കണ്ടപ്പോ അവന് വരക്കാൻ തുടങ്ങി. കാരണം കള്ളെങ്ങാനും കണ്ട 2 മിനിറ്റ് കിസ്റാവിറക്കും കൈസറും പനിക്കുന്നതാണ്. മിസ്റിൽ മുഖൗഖിസ് കെട്ടുടഞ്ഞേറ്റുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീനുമറല്ലോ. ജനസേവകന്മാർ പുല്ലിമാമാണല്ലോ. അല്ലാഹു ഒരു ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ തല എടുക്കാൻ വേണ്ടി വാളൂരിയാണ്. റസൂലുള്ളാന്റെ തല എടുക്കാനേ വാളൂരിയ ആളാണ് ഉമർ ഖത്താബ്. ഇപ്പൊ കിടക്കണ എവിടെ അറിയോ? റസൂലുള്ളാന്റെ കാലിന്റെ അടുത്ത് തല വെച്ചിട്ടാ കിടക്കുന്നത്. മദീനയിൽ 363 ഒറ്റക്കെട്ടിൽ. 363 പ്രായം 63. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ഏത് പ്രസംഗാണെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഇറങ്ങുമ്പോഴേ മദ്ഹൂർ റസൂൽ പറയാൻ നിയ്യത്ത് ചെയ്തിട്ട് ഇറങ്ങുന്ന ആളാണ്. ഏത് പ്രസംഗത്തിന്റെയും മജ്ജ മുഹമ്മദ് മുസ്തഫ. സലാത്തുമലും മദ്ഹൂമലും കൂടിയാലേ കുറച്ചൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും നരകത്ത് പോകില്ല. അള്ളാഹു നമ്മളെ സ്വർഗത്തിലാക്കി തരട്ടെ. ഇത് കഴിഞ്ഞിട്ട് 3 സലാത്തിലിട്ട് കള്ളുപിടിക്കാൻ പോകണ്ട. അതല്ല ഈ പറയണത്. അതിമക്കൂടെ സൈഡ് എഫക്ട്സ് ഉണ്ടാവണ്ട. പണ്ട് ഖിയാമന്നാന്റെ അടയാളൊക്കെ പറയാം. അപ്പൊ പറഞ്ഞു കള്ളുടി വർദ്ധിക്കുക ഖിയാമന്നാന്റെ അടയാളാണ്. അപ്പൊ കള്ളു കുടിച്ച കുട്ടികളെ കൂടി പറഞ്ഞു ഞങ്ങൾ മാറ്റണം നീ അയച്ചിട്ടായിരുന്നു. നിങ്ങൾ അടയാളം പറഞ്ഞപ്പോ കള്ളുടി ഒഴിവാക്കണ്ടെന്ന് കരുതി എന്താന്ന് വെച്ച്. അല്ല അടയാളം ഇല്ലെങ്കിൽ ഇപ്പൊ ഖിയാമന്നാൾ സംഭവിക്കില്ലല്ലോ. അപ്പൊ പരമാവധി അള്ളാഹിനോട് സഹകരിക്കണം കുടിച്ചു കണ്ടേ. ഇത് ഉണ്ടാണെങ്കിൽ ആദ്യം അടയാളം വേണ്ട. ഇന്നത്തെ കാലം ഒക്കെ നേരെ തല കീഴായിട്ട് ചിന്തിക്കണ കാലമല്ല. അതുകൊണ്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ എന്തിനാ ഇപ്പൊ ഖത്താബിന്റെ ചരിത്രം പറഞ്ഞേ? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാലേ ബാക്കി ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകണ്ടോന്ന് നോക്കണമല്ലോ. എന്നാ പിന്നെ സലാത്തിൽ ദ്വാരുന്ന പിരിയ നാളെ 2 പേര് നാളെ ഈ ഭാഗത്ത് തന്നെ പരിപാടി കാസർഗോഡ് ഭാഗത്താ. പക്ഷെ ഞാൻ ഇവിടുന്ന് നേരെ തിരൂര് പോയിട്ടും കണ്ട് നാളെ കാരണം ഒരു സുബീക്കത്തൊരു ക്ലാസ് ഉണ്ട്. അത് ഞാൻ ലോകത്തിന്റെ എവിടെയാണെങ്കിലും പരമാവധി പള്ളിയിൽ എത്താൻ നോക്കും. അവ സുബീക്കത്ത് ആ ക്ലാസ്സിന് വേണ്ടി മാത്രമാണ് തിരൂർക്ക് പോണത്. നാളെ ഇങ്ങോട്ട് തന്നെ വരണം. വേള് പറയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയണില്ലെങ്കിൽ ഇപ്പൊ സലാത്തില്ലിട്ട് ദ്വാരക്കാം. നമ്മൾ ഖത്താബിന്റെ ചരിത്രം എന്തിനാ കൊണ്ടുവന്നത്? ഒരാള് പറഞ്ഞാൽ മതി, ഒറ്റ ആള് പറഞ്ഞാൽ ഒപ്പം ഉണ്ടാകണ്ടോന്ന് അറിഞ്ഞ നമുക്ക് സന്തോഷം. അതാണ് അത് മതി. ഒരാള് മതി. കുറച്ച് പ്രായമുള്ള ആളാണ് പറഞ്ഞത്. അള്ളാഹ് ആഫിയത്തുള്ള ദീർഘായുസും മെമ്മറി പവർ ഇനിയും കൊടുക്കട്ടെ. അള്ളാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർക്കും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇപ്പൊ കള്ള് കുപ്പിയേറ്റ് വരണുണ്ട് ഒരു ചെറുപ്പക്കാരൻ. ഇവിടുന്ന് ഖത്താബ് ഇങ്ങോട്ടും വരുന്നു. അടിമുടി വറക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ വീട്ടിൽ പോകണം. എന്താ എന്റെ മടിയില്? നിങ്ങളോടല്ല ചോദിച്ചാ എന്താ എന്റെ മടിയിൽ? വേറെ ചിലേ ഒറ്റ മിനിറ്റ്. എന്താ മടിയിൽ? ഈ കള്ളുകൂടിയുണ്ടല്ലോ ഇവിടെ പേടിച്ച ഇപ്പൊ അള്ളാനല്ല ഒന്നേനെ ഹൽക്കിനെയാണ് പേടിച്ചത്. പക്ഷെ ഹൽക്കിനെ പേടിച്ചിട്ട് അള്ളാഹിലേക്കാണ് തിരിഞ്ഞത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാൻ ഈ സംഭവം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റൂഹുൽ ബയാൻ അല്ലെങ്കിൽ റാസിലായി. കാരണം കൂടുതൽ ഞാൻ നോക്കുന്നുണ്ട് തഫ്സീറിൽ 2 എണ്ണതാണ്. വേറെ കുറെ തഫ്സീറുകളുണ്ട്. ഇതിൽ 2-1 എന്റെ ഓർമ്മ. സുബ്ഹാനല്ലാഹ്. യാ റബ്ബ് യാ റബ്ബ്.
നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ പറയാം. ഉമ്മുൽ ഖത്താബിനെയാണ് ഇയാൾ പേടിച്ചത്. പക്ഷെ തിരിഞ്ഞത് എങ്ങട്ടാ? അല്ലാഹുവിനെ. ഹൽക്കിനെ പേടിച്ച് റബ്ബിലേക്കാണ് തിരിഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, പടച്ചോനെ ഞാൻ കുടിക്കൂല റബ്ബേ, മരണമ്പിൽ എന്നെ രക്ഷപ്പെടുത്തി തരണ റബ്ബേ. പേടിച്ചതും പറഞ്ഞു തിരിഞ്ഞ റബ്ബിലേക്ക്. ചിലപ്പോ അങ്ങനെ നന്നാവും, ചിലപ്പോ അങ്ങനെ നന്നാവും. ഹൽക്കിനെ പേടിച്ചിട്ട് ഖാലിഖിലെത്തി. കാരണം ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാനേ അള്ളാഹ് ഇടപെടണം. റബ്ബിനോട് ഉള്ളിലാണ് പറഞ്ഞത്, ഉമ്മറിന്റെ നിന്നെ രക്ഷപ്പെടുത്തുന്ന റബ്ബേ, ഇനി ഞാൻ കുടിക്കൂല. ഇത് ഉള്ളിലാക്കില്ല, ആരും അറിയില്ല. ഇതിപ്പോ ഫാത്തിഹ ദ്വാർക്കൊന്നുമല്ല, അതിന് പോടെ നേരമില്ല. ഇത് ഉള്ളിലാണ്. ഉള്ളിന്റെ ഉള്ളിലത്തെ പൊള്ളണേനെ തൗബ. തൗബ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പച്ച താപ്പെന്ന. താപം എന്ന് പറഞ്ഞാൽ ഉള്ളിക്ക് ചൂട് കയറുന്നതിനെ പറയാം. സൂര്യതാപം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സൂര്യന്റെ ഉള്ളിൽ പൊട്ടലല്ല, ചൂട് കയറി. താപം ഉള്ളിക്കുണ്ട്, ചൂടാണ്ട് കയറി. റബ്ബേ ഞാൻ കുടിക്കൂല റബ്ബേ, മുമ്പിൽ എന്നെ രക്ഷപ്പെടുത്തണേ. അപ്പൊ എന്താ മടിയില് പച്ച നോണാണ്ട് പറഞ്ഞു അള്ളാനെ തവക്കലാക്കി. അത് കള്ളാണ്, അത് കള്ളാണെന്നല്ല. എന്താണ് കള്ളാണ് പറഞ്ഞത്? അലോ സംഗതി എന്താ? നിങ്ങളെന്താന്നും ഉണ്ടാത്തത്? സംഗതി എന്താ? സംഗതി കള്ളാണ്. പക്ഷെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ മിണ്ടാത്താണല്ലോ നമ്മൾ ആകെയുള്ള പ്രശ്നം. എന്താ പറഞ്ഞ ഹദീസിലൊക്കെ നോക്കി നിങ്ങൾ പ്രസംഗത്തിൽ വഹിക്കും. അങ്ങനെയല്ലേ? അല്ലാഹു റസൂലു ആലം. ഇതാണ് പ്രസംഗത്തിന്റെ ശൈലി. അല്ല മാറ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ട് 1995 അമേരിക്കയിൽ എന്ത് സംഭവിച്ചെന്നറിയോ? ഒരു സുഖം സംഭവിച്ചില്ല, വെറുതെ പറയാം. അവിടെ പോയി അന്വേഷിച്ച ഒന്നും സംഭവിച്ചിട്ടുണ്ടാവും. ഈ പ്രസംഗം എന്റെ അടുത്തുണ്ടാവും. അങ്ങനെ വിട തന്നെ. 1972 ചൈനയിൽ എന്ത് സംഭവിച്ചെന്നറിയോ? 95 അമേരിക്കയിൽ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ മറ്റന്നാള് ഫലസ്തീനിൽ എന്ത് സംഭവിക്കും? ഒപ്പം ഉണ്ടെന്നറിയോ? ഒന്നും സംഭവിക്കും. പ്രസംഗം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങണം, എന്നിട്ട് അവരിങ്ങനെ കൂട്ടണം. അതാണ് മറ്റേ മേറ്റർ പറയാന്ന്. അപ്പൊ നിങ്ങൾ പറയും സംഗതി കള്ളാണ്. പക്ഷെ എന്താ പറഞ്ഞത്? സുർക്കാണ്, കരുന്നോണം. പക്ഷെ പേടിന്റെ ഊക്കോന്ന് പറഞ്ഞു. നമ്മൾ ഖത്താബ് എടുക്കടാ എടുത്തു നോക്കുമ്പോ സുർക്ക. ഈ കള്ള് സുർക്കാക്കിയതാരാ? കള്ള് സുർക്കാക്കാൻ പടച്ചോനെ കഴിയെങ്കിൽ വ്യഭിചാര നിസ്കാരാക്കി മാറ്റാനോ അല്ലാഹു. ഒരാള് കള്ളുടിച്ചു, മാനം പൊട്ടിയാണ്ട് തോപ ചെയ്തു. അല്ലാഹു ആ കള്ളുടിച്ചുണ്ടല്ലോ അത് മായ്ച്ചിട്ട് അവിടെ തറാവിയാണ്ട് എഴുതി കൊടുത്ത. ആ കള്ളുടിച്ചത് മായ്ച്ചിട്ട് അവിടെ സംസം കുടിച്ചാണ്ട് എഴുതിച്ചാണ്ട്. ഇത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നത്. ആ റബ്ബിനെ മറന്നിട്ട് ഏത് ചൂഷകന്മാരെ ബാക്കിലെ പോണത്? ആ റബ്ബിനെ മറന്നിട്ട് എവിടേക്കാ നമ്മൾ ഓടുന്നത്? ആ റബ്ബ് കൂടണമെങ്കിൽ ആരെ നമ്മൾ പേടിക്കേണ്ടത്? 100 ആളുകൾ ഒരാളെ വീട്ടില് കൊല്ലാൻ വളഞ്ഞപ്പോ മണ്ണിന്റെ കോഴിമണ്ണ് വാരി എറിഞ്ഞ് ജലപീരങ്കി നമുക്കൊക്കെ അറിയാം, പോലീസുകാർ ഉപയോഗിക്കുന്നതാണ്. പ്രകടനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അപകടം ഉണ്ടാവില്ല, കാര്യം രക്ഷപ്പെടും ചെയ്യും. ജലവീരങ്കി, ഇത് പൂഴിവീരങ്കി. ശത്രുക്കളിൽ ഒരാൾക്കും അപകടം ഉണ്ടായില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ രക്ഷപ്പെട്ടു ചെയ്തു. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാന്റെ പണിയാണ്. ഇതേ മനുഷ്യന്മാര് മൂർത്ത ആളുകളുമായി വന്നപ്പോൾ മുത്തുനബിയെ പടച്ചവൻ രക്ഷപ്പെടുത്തിയത് മാടപ്രാവ് കൊണ്ടും ചിലന്തി വലകളെ കൊണ്ടുമാണ്. റബ്ബിനെ രക്ഷപ്പെടുത്താൻ സ്കഡ് വേണ്ട, രാസായുധം വേണ്ട, ബോംബ് വേണ്ട, ആയുധങ്ങൾ വേണ്ട, ചിലന്തി വല മതിയേ. പൊട്ടിയൊലിച്ചുള്ള കണ്ണീർ തുള്ളികൾ പെട്ടെന്നേ മുത്തേറ സൂലിന്റെ വട്ടാമോകത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നവർ നോക്കുന്നേ. പൊട്ടിയൊലിച്ചുള്ള കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്തേറ സൂലിന്റെ വട്ടാമോകത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നവർ നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്തേ പിണഞ്ഞെന്ന് ചൊല്ലുവിന് പെട്ടെന്ന്. എന്റെ മനതാറിൽ വേദന തിങ്ങുന്നു, എല്ലാം നബിയോടാ അബൂബക്കർ പറയുന്നു. ഉമനിർ പൂരട്ടി നബി സിദ്ദീഖിന്റെ ഉഗ്രവേഷമിറക്കി.
ചിന്തിക്കുന്ന ഒരു വഫാത്തായ മാസമാണ്. അപ്പൊ ഓർമ്മയിൽ അറിയാതെ നമ്മൾ നോക്കുന്നത് അങ്ങോട്ടാണ്. മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണേ ചിന്തിക്കണേ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ആളാ. മനുഷ്യൻ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ കഴിയുന്നോണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ പ്രത്യേകത. ഒന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ എന്റെ മേഖല ഭാഗ്യം വെക്കുക. ഒന്നുകിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു സാധനം കൊടുക്കുക. തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന. നിങ്ങൾ ഞാനിപ്പോ 8:05 പ്രസംഗം തുടങ്ങി. അല്ല 8:20 2 മണിക്കൂറായി. 2 മണിക്കൂറായി എന്റെ സമയം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 15 കൂടി കൂട്ടു. ഞാൻ അത് അവിടെ നിർത്തണോ? 15 കൂടി പറയണോ? എന്തെങ്കിലും ഉണ്ടാത്തത് 15 കൂടി പറയണോ? ഇവിടെ ബ്രേക്ക് ഇടണോ? 15 കൂടി പറയാം. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഈ 2 മണിക്കൂർ ഞാൻ പറയണേ ചിന്തിച്ചാൽ 140 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ് ഓഫർ ചെയ്തത് മുഹമ്മദ് മുസ്തഫ. തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന. ഒറ്റ മണിക്കൂർ നേരത്തെ ചിന്ത 60 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. നബിയുനാ റസൂലുള്ളാഹി 2 മണിക്കൂർ ആകുമ്പോൾ 120. സുബ്ഹാനല്ലാഹ്. അതിന് ചിന്തിക്കണം. റസൂലുള്ളാഹിന്റെ നബുവത്തിന്റെ ആരംഭം മൊത്തം ചിന്തയാണ്. ജബലന്നൂറിന്റെ മുകളിൽ കയറിയത് അവിടെ ബീഫ് ഫ്രൈയും പൊറാട്ടയും കൊടുക്കണോണ്ടല്ല, ചിന്തിച്ചിരിക്കാൻ. ചിന്താ നിമഗ്നനായപ്പോഴാണ് വഹി. അതിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് വഹി കിട്ടിയെന്നൊന്നും പറഞ്ഞ് വിഷയർപ്പാക്കരുത്. ചിന്തിക്കപ്പോ അതിന്റെ മേലെ പോകണം. അതിന്റെ പേരെന്നെ ജബലുൻ നൂർന്ന, പ്രകാശ പർവ്വതം. നൂറാണ് കൊണ്ടുവന്ന ജിബ്രീൽ. ഇറക്കി കൊടുത്തത് ഇഖ്റ നൂറാണ്, മുത്തുനബി നൂറാണ്, ഇൽമുൻ നൂറാൻ, ഈമാനുൻ നൂറാൻ, നിസ്കാരം നൂറാൻ, സുബ്ഹാനല്ലാഹ്, അമലുൻ നൂറാൻ, തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നൂറാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഒരു പേരെന്നെ ദുന്നൂറൈന. 2 മക്കളെ കെട്ടിയോണ്ട് ആ പേരെന്നെ നൂറായി. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി. ചെറിയ കുട്ടികൾക്ക് മനപ്പാടുള്ള ആയത്തല്ലത്. ബിഇദ്നിഹി وسراجا منيرا أن السراج الواحد يوقد منه 1000 سراج ولم ينقص منه شيء. ഒരൊറ്റ സിറാജ് മതി, അതിൽ നിന്ന് 10,000 കണക്കിന് വിളക്കുകൾ കത്തിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രഥമ വിളക്കാണ്, ആത്മാവിന്റെ പ്രഭയാണ്. അസ്സിറാജുൽ അവ്വലുൽ കാമിലു സാബിഖു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഒരഭിപ്രായത്തിലും ആഴമേറിയ പഠനത്തിലോ ആ അസ്തിത്വ സിറാജിൽ നിന്ന് കത്തിക്കപ്പെട്ട സിറാജാണ് ആദം നബി. ആ അസ്തിത്വ സിറാജിൽ നിന്ന് കത്തിക്കപ്പെട്ട നബിയാണ് നൂഹ് നബി. ആ അസ്തിത്വ സിറാജിൽ നിന്ന് പിടിക്കപ്പെട്ട നബിയാണ് ഇബ്രാഹിം നബി. ആ അസ്തിത്വ സിറാജിൽ നിന്ന് പിടിക്കപ്പെട്ട നബിയാണ് മൂസാ നബി. ആ അസ്തിത്വ സിറാജിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഈസാ നബി. സകല ഔലിയാക്കളുടെയും സകല ആലിമീങ്ങളുടെയും പ്രകാശ പ്രസരണത്തിന്റെ അടിസ്ഥാന സ്രോതസ്സ് ഫഇന്നഹു ശംസുഫാ ലിംഹും കവാകിബുഹാ യുദ്ഹിറുന അൻവാറഹാ ലിന്നാസി ഫിൽളുലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇത് ട്രോളാ നിൽക്കണ്ട. ഞാനേ അന്നിട്ട് വാദപ്രയോഗത്തിനില്ല, ഖണ്ഡനത്തിനില്ല, കാരണം എനിക്ക് അതിന് സമയമില്ല. പക്ഷെ ഇന്ന് രാത്രി കിടക്കുമ്പോ ചിന്തിക്കാൻ ഒരു ചെറിയ ആയത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ശരിയാന്ന് മനസ്സിലാവും. അതിനർത്ഥം 1500 കൊല്ലായിട്ട് റസൂൽ റഹ്മത്താണെന്ന്. അതിനർത്ഥം വെക്കണമെങ്കിൽ ആദ്യം ഫാത്തിഹയ്ക്ക് കൊണ്ടുപോവാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ അവിടെ അർത്ഥം? അർത്ഥം തന്നെ പടിയില്ല. അവിടെ റബ്ബിൽ ആലമീൻ, ആ ആലമീൻ എന്താ അർത്ഥം? ആ ആലമീൻ തന്നെ പടിയില്ല. ആ ആലമീന്റെ അർത്ഥത്തിൽ ജിബ്രീൽ പെട്ടോ, ആ ആലമീൽ മീക്കായിൽ പെട്ടോ, ആ ആലമീൽ ആദം നബി പെട്ടോ, ആ ആലമീൽ ഈസാ നബി പെട്ടോ, ആ ആലമീൽ ജിന്നുകൾ പെട്ടോ, ഇൻസ് പെട്ടോ, പക്ഷികൾ പെട്ടോ, പറവകൾ പെട്ടോ, വൃക്ഷങ്ങൾ പെട്ടോ. ആലമീൽ ഇവരൊക്കെ പെട്ടു. ഇവരൊക്കെ പെടണമെങ്കിൽ എല്ലാരും ഉള്ളതിന് മുമ്പ് ഈ ആള് വേണ്ടേ? പക്ഷെ എന്താണ് അപ്പൊ ഇവരൊക്കെ ഉള്ളതിന് മുമ്പ് ഈ റഹ്മത്ത് വേണ്ടേ? അതിനാടോ തലച്ചോറിലെ ആൾപ്പാർപ്പ് എന്ന് പറയാം.
ഇത് വലിയ തലയേറ്റും ഇവിടെ കച്ചത്തൊരു സഞ്ചിയേറ്റ് നടന്നിട്ട് താടി കെട്ടിയാ പോരാ, ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കണം. രോമം ബാർബർ ഷാപ്പ് കയറിയിൽ നീണ്ടുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പത്തെ കാർപ്പറ്റ് ആണെങ്കിൽ നല്ല കനല കാർപ്പറ്റ്, അതിൽ 4 സുജൂദ് അടിച്ച നിസ്കാരത്താകുമ്പോൾ വരും, ഒന്നും കാര്യമില്ല. ഖുർആന്റെ ഒരു സൗന്ദര്യം ഉണ്ട്, അതിന്റെ ഉള്ളിൽ വാ, ഞാൻ എന്റെ വിധത്തിനെ വലിച്ചു, നീ നിന്റെ വിധത്ത് വലിച്ചു. ഔലിയാക്കളെ കാഫറാക്കണ പണി നിർത്തും, ദീനിന്റെ മർമ്മം നിനക്ക് പിടുത്തം കിട്ടും. അപ്പൊ സുജൂദിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഔലിയാക്കളെ കളിയാക്കൂല. കാബയെ ബഹുമാനിക്കാൻ തർക്കല്ല, ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കണം തർക്കല്ല. ഉണ്ടോ? നമ്മളെ നാട്ടിലെ പള്ളികൾ, ആ പള്ളി എന്താ? സിമന്റ് ആണ്, കമ്പിയാണ്, കല്ലാണ്, വേറെ എന്തെങ്കിലും ആണ് അത്. അതിന്റെ ഉള്ളിൽ കയറി നിങ്ങൾ ഇൻസൾട്ട് ആക്കി തുപ്പിയ കാഫറോ? ഈ പള്ളി ഇവിടെ പള്ളി അതിന്റെ ഉള്ളിൽ കയറി നിങ്ങൾ ഒരാളെ ഇൻസൾട്ട് ആക്കി തുപ്പിയ അപ്പം മുർത്തതാവും. എന്താ അത്? കമ്പി സിമന്റും കല്ലും അല്ലേ? മുസാഫ് പേപ്പർ അല്ലേ? ഇതിനൊക്കെ ബഹുമാനിക്കാം. അവിടെ ആദരവ് ആരാധന ആണില്ല. കാബാ ഷരീഫിന്റെ അടുത്ത് തിരിഞ്ഞ് നിസ്കരിക്കണം, കാബാ ഷരീഫിനെ പോയി തവാഫ് ചെയ്യണം, ഹജറുൽ അസ്വദ് പോയി മുത്തണം. അവിടെ ഒരു ആരാധന ഇല്ല. ഒരു മഹാനെ കണ്ടപ്പോ മുത്തുമ്പോ ആരാധന. എടാ, കല്ലിനേക്കാളും വലുതല്ലേ ഇത്? ഹജറുൽ അസ്വദ് മുത്തണ്, ആരാധന ഇല്ല, ആദരവ്. ഒരു സയ്യിദ് വരുമ്പോ മുത്തണ്, ആരാധന. അപ്പൊ കല്ലാവുമ്പോ ആരാധന ഇല്ല, മനസ്സിലാവുമ്പോ ആരാധന. എന്ത് ഇൽമാടോ നിന്റെ കയ്യിലുള്ളത്? ഈ സഫാത്ത് വളമ്പാ സ്റ്റേജ് കെട്ടണോ? ഈ ജഹാലത്ത് വളമ്പാൻ ബിരുദെടുക്കണോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു ഇതൊന്നിപ്പോ വാദപ്രവാദം കൊണ്ടോ മറുപടി പറഞ്ഞാൽ തീരുവല്ലോ. നാളെ ഇതിനേക്കാളും വലുതും വരാണ്ട്. കാരണം ഇപ്പൊ എന്ത് പൊട്ടി മുളച്ചാലും ആൾക്കാർ വെക്കില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് രാത്രി മെഹറാജ് പോയി നിന്നിട്ട് നാളെ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ എനിക്ക് എന്റെ നാട്ടിൽ ചുരുങ്ങിയ നാളെ ഒരു 200 ആളെ കിട്ടും. എവിടുന്നാ പോയതെന്ന് ആൾക്കാർ ചോദിക്കൂല. ആ പോയോ? എന്ത് പറഞ്ഞാലും ആളെ കിട്ടും. ഞാൻ ഇപ്പൊ നാളെ പറയണം, ഞാൻ ഇപ്പൊ ഇന്നലെ രാത്രി മെഹറാജ് പോയി അള്ളാനൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ആളെ കിട്ടും. സംഘടന മറ്റന്നാൾ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഒരാഴ്ച കൊണ്ട് സെക്രട്ടറി പ്രസിഡന്റ് ലെവലാക്കാം. ഇങ്ങനെയാണ് ഇപ്പൊ കേരളം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് നമ്മള് മഹാന്മാരുടെ പാരമ്പര്യ സുഹൃതത്തിൽ പിടിച്ചെന്ന് ഹക്കിന്റെ പാതയിൽ ഓർച്ചിക്കേണ്ടത്. അതിൽ വ്യത്യസ്ത സംഘടനകളൊക്കെ ഉണ്ടാവും. ലോകം എല്ലാവരും ഒരേ കൊടിയിലെന്ന് വരണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഹക്കിന്റെ ആൾക്കാരെ ഇടയിൽ തന്നെ ആണ്ടുകൊണ്ട് സംഘടനയും അഭിപ്രായങ്ങളൊക്കെ. ആ സ്വഹാബാക്കളെ കാലത്ത് തുടങ്ങിയല്ലോ. നമ്മളാരും കാഫറാക്കരുത്, മുർത്തദാക്കരുത്. പക്ഷെ ബിദ്അത്ത് ദലാലത്ത് ഗൗരവത്തിൽ എടുക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഞാൻ ദീർഘമായി പറയുന്നില്ല, 10:30 മണിയായി. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് എന്റെ ഹൃദയത്തിന്റെ നേട്ടമാണ്, നമ്മുടെ ആത്മാവിന്റെ ദാഹമാണ്. അത് മദീനയുടെ മലരാണ്, അത് ഹൃദയത്തിന്റെ സുഗന്ധമാണ്. അത് ആമിനാന്റെ കൺമണിയാണ്, അബ്ദുള്ളാന്റെ തരുമണിയാണ്. ഉലകത്തിന്റെ നേതൃത്വമാണ്, വേൾഡിന്റെ ചക്രവർത്തിയാണ്. അത് ആകാശഗംഗയിലെ അവലംബമാണ്, അത് ഭൂമിയിലെ ആരംഭമാണ്, അത് ലോകത്തിന്റെ പ്രാരംഭമാണ്. അത് അല്ലാഹുവിന്റെ മുത്താണ്, അത് ലോകത്തിന്റെ സത്താണ്, അത് മാരിഫത്തിന്റെ വിത്താണ്. അത് പറഞ്ഞാൽ തീരാത്ത മദഹിന്റെ ഉത്സവമാണ്. അത് പാടിയാലറ്റമില്ലാത്ത ഔന്നത്യത്തിന്റെ മഖാമിന്റെ സാഹിബാണ്. ബാലഗൽ മുതാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സുർദരീഹൽ മുസ്തഫ വസിദ് ഇഖാമ തംബിഹി സുർതന മീൻ സാവിയന ഖൽബിക സിൽസാല സാൽ. ലാ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് തഹ ഖൽബി മുദ്യതൈതു വാദിയൻ ഖാഫമാ തബ അംവിദാദി തോഹ താലിയല്ലി താലിതാൽ മുത്തൊളി തിളങ്ങിടും റൗളാദിൽ നീ പാർക്ക് മങ്ങി മുങ്ങാത്തെ മനസ്സാൽ മാഹിയോരെ പാക്ക് നഖാ താഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താഹാവിച്ചാരെ ജാലയെത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹൃദയങ്ങൾ ഉടക്കേണ്ടത് മദീനയിലാണ്, കണ്ണുകൾ നിറയേണ്ടത് മദീനയുടെ ഓർമ്മയിലാണ്, മനസ്സ് പതറേണ്ടത് ഈ ചൂരിലും ഈ ഊരിലും ഈ ഓർമ്മയിലുമാണ്. കിനാവ് സായോജ്യമടയേണ്ടത് മദീനയുടെ പ്രകാശത്തിലാണ്. ജീവിതം ആഘോഷപൂർണമാകേണ്ടത് മുത്തിന്റെ സ്മരണയിലാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേമാരി പോലെ ഇറങ്ങേണ്ടത് ഈ ഇസ്മിന്റെ പോരിശയുടെ പ്രതാപത്തിന്റെ തിരുമുറ്റത്താണ്. മദീനയിൽ പോവേണ്ട മുഅ്മിനീങ്ങളെ, ബാബുസലാമിൽ കയറേണ്ട വിശ്വാസികളെ, മുത്തിന്റെ ഹളറത്തിലെത്തി മനം പൊട്ടി കണ്ണ് നിറഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഇന്നിൽ തിയാ റീഖ സബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ സലാമി റൗളതൻ ഫീഹാ നബിയുൽ മുഹ്തറം അക്ബാദുനാ മജ്റൂഹത്തു മിൻ സൈഫി ഹിജ്രിൽ മുസ്തഫാ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ കാറ്റേ കാറ്റേ റൗളയിലായി വിശുദ്ധരാ എത്തിക്കുമോ പാപിയമേന്നിൽ നിന്നൊരു അഭിമതനാമജനങ്ങളായി ആത്മാവുകൾ നോവുകയാൽ ഒരുപാടിനാൽ യാ നബിയേ യജമാനരേ കൃപ ചെയ്യണേ, യജമാനരേ കൃപ ചെയ്യണേ. അല്ലാ 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 അല്ലാ. ഈ 4 വരി പ്രണയത്തിന്റെ ബൈത്തിലൂടെ അത് ഞാൻ ചേർത്ത മലയാള ചേരുവകളിലൂടെ നിങ്ങളെ നാട്ടിലെ എന്റെ 2 മണിക്കൂർ പ്രഭാഷണം തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്ന് നമ്മളെല്ലാരെയും കബൂലാക്കട്ടെ.